ഇവിടെ എത്തുമ്പോ നീ വലിയ വലിയ നടനാ, നീ അവിടെ പോയി ഓടിച്ചിരിക്കണ്ട. സംസാരിക്കാൻ അറിയില്ല, അറിയാലോ. ലൈസീറെ കണ്ടോ ആരെങ്കിലും? പൊളിച്ചിട്ടില്ലേ? ഇതിലൂടെ അമ്മ വേണം പോരെ. നായകൻ എന്ന് മാത്രമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിനായകനാണ് നായകൻ, അപ്പോഴാണ് നീ എടുത്ത് കാണുന്നത്. അങ്ങനെയാണ് നായകൻ മൂട്ടി. A lot of other talented actors, a lot of other people who are a part of this film. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവന്റിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അറിയുന്നതാണ്. And now, having watched the trailer, having grabbed all the goosebumps and energy, it is time to welcome the very first person on stage to mark a meaningful beginning for our event. തീർച്ചയായിട്ടും കളങ്കാവൽ സിനിമ നമുക്ക് സമ്മാനിച്ച ഡയറക്ടർ സാറിനെ തന്നെ ആദ്യമേ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. Please join me in welcoming with a big round of applause the director of കളങ്കാവൽ, ശ്രീ ചുതൽ കെ ജോസ്. നല്ലൊരു കൈ നൽകുന്നതിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ കാരണം ഒരു ഡ്രീം കം ട്രൂ മൊമെന്റിലാണ് എത്തി നിൽക്കുന്നത്. ആൻഡ് നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, തുടക്കക്കാരിലെ ഫയർ തിരിച്ചറിയുന്ന മമ്മൂക്ക മാജിക്. അപ്പോൾ അത് ഒരിക്കൽ കൂടെ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവാണ്. 5-ാം തീയതി സിനിമ റിലീസിനോട് അടുക്കുകയാണ്. ആൻഡ് യെസ്, ലൈക്ക് ഐ സെഡ്, ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് തന്നെയാണ് അല്ലേ? കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് അസ് കളങ്കാവൽ. ഈ ഒരു മൊമെന്റിൽ എന്താണ് സാറിന് പറയാനുള്ളത്? എല്ലാവരും കൂടെ നമ്മുടെ സിനിമ റിലീസിനോട് അടുത്ത് നിൽക്കുകയാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിൽ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് ഡ്രീം ആണ് മമ്മൂക്ക വെച്ച് ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതൊരു എനിക്കും കുറെ കാലം അതിനൊരു സ്വപ്നമുണ്ടായിരുന്നു. ഫോർച്ചുനേറ്റ്ലി അതൊരു റിയാലിറ്റി ആയിട്ട് മാറി. അതിന് സാറിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി. പ്രത്യേകിച്ച് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം ഇതുവരെ ചെയ്തു വരുന്നിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു ഷെയ്ഡ് ഉള്ള ഒരു കഥാപാത്രമാണ്. അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറയാനായിട്ട് നിർവാഹമില്ല. എന്നാലും ഏറെക്കുറെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് തിരഞ്ഞെടുക്കാൻ കാണിച്ച മനസ്സിനും അപ്പം അത് മമ്മൂട്ടി കമ്പനി തന്നെ അത് നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കും. അതിനൊക്കെ ഉള്ള ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. അതേപോലെ വിനായകൻ ചേർന്ന് അദ്ദേഹത്തെയും ഇതുപോലെ അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം ഇത് ചെയ്യാനായിട്ട് തയ്യാറായി വരുന്നു. അദ്ദേഹം ഇത് മുന്നേ ശീലിച്ചിട്ടുള്ള കഥാപാത്രങ്ങളിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയമെൻഷനുള്ള കഥാപാത്രമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ സിനിമയുടെ ഒരു സ്വഭാവവും അതിൻ്റെ ഒരു ജോണറും വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ ആ പരിമിതിക്കുള്ളിൽ നിന്ന് പറ്റുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ട്രെയിലറും ടീസറിലും അതുപോലെ മറ്റു വീഡിയോ ഔട്ട്പുട്ട്സിലും പോസ്റ്റേഴ്സിലും കൂടെയൊക്കെ നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ സിനിമയെ പറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കും. കളം കാവൽ എന്ന് പറഞ്ഞ ഒരു കളത്തിന് കാവൽ നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ വേർഡ് മീനിങ്. അതിനപ്പുറത്ത് ഭദ്രകാളി ദേവി ദാരികൻ എന്ന് പറഞ്ഞ അസുരനെ അന്വേഷിച്ച് പോയ ഒരു പുരാണത്തിലെ ഒരു ഇൻസിഡന്റിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു റിച്വലാണ്. അപ്പോൾ അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഒരു സ്പിരിച്വലി ഒരു സംഭവം നമ്മുടെ വളമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് ഈ ഒരു ടൈറ്റിൽ ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് പുതിയൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉണ്ട്. അപ്പോൾ എല്ലാവരും തുടർന്നും പിന്തുണകൾ നൽകുകയും സിനിമ പോയി കണ്ട് പറ്റുന്ന പോലെ പിന്തുണകൾ നൽകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആബ്സല്യൂട്ട്ലി, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്താണ് കളങ്കാവൽ, എന്താണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ വാട്ട് ആർ വി ഗോയിങ് ടു എക്സ്പീരിയൻസ് ഓഫ് തിയേറ്റർ, ആ ഒരു ചോദ്യം ഉള്ളിൽ കയറിയിട്ട് കുറേ അധികം നാളുകളായി. ഫൈനലി December 5th നമ്മളത് കാണാനായിട്ട് പോവാണ്. കളങ്കാവൽ ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ജിഷ്ണു ശ്രീകുമാറാണ് ഒരു ടൈറ്റിൽ നമുക്ക് തന്നത്. സോ നൗ വേദിയിലേക്ക് എൻ്റെ കൂടെ കോളേജിൽ ഒരുമിച്ച് പഠിച്ചാണ് ജിഷ്ണു. നമ്മൾ ഒരുമിച്ചാണ് എഴുതിയത്. ഓൾറെഡി ജിതിൻ ചേട്ടൻ പറഞ്ഞു ഇതൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണെന്ന്. അതുപോലെ തന്നെ സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു മൊമെന്റിൽ ആയിരിക്കും ജിഷ്ണു ചേട്ടനും. ഓഫ് കോഴ്സ് അദ്ദേഹത്തിന്റെയും ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് തന്നെയാണ്. ആൻഡ് യെസ്, ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ടു പീപ്പിൾ ഹു ഹാവ് പുട്ട് ദ സ്വെറ്റ് ആൻഡ് ബ്ലഡ് ടു ദി ഫിലിം. ഫൈനലി അതിന്റെ റിലീസിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഓഫ് കോഴ്സ് എക്സൈറ്റ്മെന്റ് ആണ്, ഹാപ്പിനെസ് ആണ്. പക്ഷേ എന്താണ് ഇപ്പോൾ പറയാനുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൗ ആർ യു ഫീലിംഗ്? ശരിക്കും മമ്മൂക്കയുടെ മലയാള സിനിമയിലെ അധികാരമായ ആൾക്കാരുടെ ഫ്രണ്ടിലിരിക്കുമ്പോൾ ടെൻഷനാണ്. സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. മമ്മൂക്കയെ വെച്ച് ഒരു പടം ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു സ്വപ്നമായിരുന്നു.
സ്വപ്നം സാധിച്ചു. അദ്ദേഹം തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്തു. മമ്മൂട്ടി കമ്പനിയുടെ കൂടെ വിനായകൻ ചേട്ടൻ അതിലൊരു നല്ല റോള് തന്നെ ചെയ്യുകയും ചെയ്തു. ഒപ്പം കളങ്കാവൽ എന്ന വാക്ക് കിട്ടുന്നതിനെ പറ്റി ജിതിൻ പറഞ്ഞു. അപ്പോൾ ഇത് തെക്കൻ തിരുവിതാംകൂറിലെ ഒരു റിച്വലാണ്. അത് തിരുവനന്തപുരം സൈഡിലുള്ളവർക്ക് കൃത്യമായി അത് മനസ്സിലാവും. ആചാരവുമായി ബന്ധപ്പെട്ട് അത് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി നമ്മുടെ പടവുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു വാക്ക് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇന്ത്യയിലും ഡിസംബർ 5-ന് പടം റിലീസാവുകയാണ്. ഒരുപാട് നാളത്തെ ഒരു ട്രാവൽ ഉണ്ടായിരുന്നു ഈ പടത്തിൽ. അതിന് എൻ്റെ കൂടെ നിന്ന എൻ്റെ ഫാമിലിക്ക്, പ്രത്യേകിച്ച് എൻ്റെ വൈഫും അമ്മയും അച്ഛനും പിന്നെ സ്വപ്നം ഒരുമിച്ച് നമ്മൾ കണ്ടതാണ് ബിടെക് തൊട്ട്. അപ്പോൾ അന്ന് തൊട്ട് സിനിമയാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ അതിപ്പം സാധിച്ചിരിക്കുകയാണ്. പിന്നെ ജോഷി സാറിൻ്റെയും സിബി മലയിൽ സാറിൻ്റെ സിനിമ കണ്ടാണ് നമ്മൾ വളർന്നത്. അവരുടെ ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഒപ്പം ഈ സിനിമ സംഭവിക്കാൻ കൂടെ നിന്ന നമ്മുടെ DOP, ചീഫ് അസോസിയേറ്റ് എഡിറ്റർ മുജീബ്, അപ്പോൾ മ്യൂസിക് ഡയറക്ടർ, അപ്പോൾ ഇവരെല്ലാവരും ഞാൻ ഓർക്കുന്നു. ഒപ്പം വണ്ടർഫുൾ ആർട്ടിസ്റ്റ് എല്ലാവരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും എന്തായാലും ഇവിടെ എത്തിച്ചേർന്നതിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതെല്ലാം സ്പോയിലർ ആയി പോകും. നമ്മൾ ഒരുപാട് പേരെ റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് ഇവിടെ വെച്ചിട്ടാണ് ഇത്രയും പേര് ഒരുമിച്ച് റിവീൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവരൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കൊന്ന് ഇവർ പലർക്കും ഇതിനകത്ത് അഭിനയിച്ചിരുന്ന കാര്യം പറയാൻ പോലും പരിമിതികൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പം ഇത്രയും പേര് ഒരുമിച്ച് റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വന്നതിനും അതുപോലെ സിനിമയുടെ ഭാഗമായതിനും നന്ദി പറയുന്നു. ത്രില്ലർ സ്വഭാവമുള്ള സിനിമയുടെ ടീസർ ലോഞ്ചും വളരെയധികം ത്രില്ലിംഗ് ആണ്. ഒരു സർപ്രൈസ് മൊമെന്റിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം സോഷ്യൽ മീഡിയയിൽ ഒരു കോൺടെസ്റ്റും റൺ ആവുന്നുണ്ട്. ഗെസ് ദ നമ്പർ ഓഫ് ഫീമെയിൽ ഹീറോയിൻസ് ഇൻ ദ ഫിലിം. അപ്പൊ അതിനൊരു ഉത്തരം നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എന്നെ നോക്കിയാൽ മതിയല്ലേ എത്ര പേരുണ്ടാകും എന്നുള്ളത്. എണ്ണി നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. Alright, let's see. ഒരു കോൺടെസ്റ്റ് വിൻ ചെയ്യുന്നത് ആരായിരിക്കും എന്ന് നമുക്ക് കാത്തിരിക്കാം. സോ താങ്ക് യു സോ മച്ച്. As I was saying, ഇനി എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് സ്പോയിലർ ആകും. സിനിമയ്ക്കുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് അറിയേണ്ടത്. എന്താണ് കളങ്കാവൽ, എങ്ങനെയാണ് നമ്മൾ ഞെട്ടിത്തരിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ആ ഒരു ത്രില്ല് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് there is no other way but to stop asking you the questions. All the very best. ജിതിൻ സാറിനോട് പറഞ്ഞതുപോലെ താങ്ക് യു ആണ് പറയാനുള്ളത്. ഈ ഒരു സിനിമ നമുക്ക് സമ്മാനിച്ചതിലും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ നമ്മൾ മമ്മൂക്കനെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഐ ഡോണ്ട് നോ ഹൂ ഇസ് ദ വില്ലൻ ആൻഡ് ഹൂ ഇസ് ദ ഹീറോ, ബട്ട് സ്റ്റിൽ നമ്മുടെ അസംഷൻസ് വെച്ചിട്ട് അത്രത്തോളം ആന്റിസിപ്പേഷനിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സോ ഓൺ ബിഹാഫ് ഓഫ് എവറി മലയാളി ഓഡിയൻസ്, താങ്ക് യു സോ മച്ച്. Once again, let's have a big round of applause, ladies and gentlemen, to celebrate these two young people who just dreamt only about cinema and now living the dream moment. So yes, like I said, സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പോകെ അറിയുന്നതാണ്. പക്ഷേ ഒരു ത്രില്ലർ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇനി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ we are taking a slight pause and we are bringing a bit of magic of music. And പാട്ട് എന്ന് പറയുമ്പോൾ when I look at the audience, മലയാളികൾ എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്ന സിംഗേഴ്സ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ ഫസ്റ്റ്ലി ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് the very talented singer ശ്രീരാഗ്. Where are you? Yes, he is there. ശ്രീരാഗ് കളങ്കാവൽ സിനിമയിൽ 3 പാട്ടുകളോളം പാടിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി സ്പോട്ടിഫൈയിൽ കേട്ട് റിപ്പീറ്റഡ്ലി ലൂപ്പിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ ഐ തിങ്ക് ശ്രീരാഗ് ഇപ്പോൾ ആ പാട്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും പാടിത്തരാനായിട്ട് പോകുന്നത് അല്ലേ. ഓൾറെഡി ശ്രീരാഗിന്റെ വോയിസിന് ഒരു വലിയ ഫാൻ ബേസ് തന്നെയുണ്ട്. അപ്പം ഇനി ഇത് അങ്ങ് ഡബിൾ ട്രിപ്പിൾ 10 ടൈംസ് ഒക്കെ വർദ്ധിക്കാനായിട്ട് പോവാണല്ലേ. ആയിരിക്കും. അതെ. ഹൗ ആർ യു ഫീലിംഗ്? ഒരുപാട് സന്തോഷം. ആദ്യം ഭയങ്കര എന്താ അറിയില്ല, ഭയങ്കര പേടി. അപ്പം നമുക്ക് കുറെ സന്തോഷം. ഒട്ടും പ്രതീക്ഷിച്ചല്ല. ഇങ്ങനെ മുജീബൊക്കെ വിളിച്ചു, വിനായകൻ ചേട്ടനാണ് സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു, പാടി. പിന്നെ വരും വരാതിരിക്കും നമുക്ക് അറിയാമല്ലോ. അപ്പോൾ പെട്ടെന്ന് വന്നു. അപ്പം അതിൻ്റെ ഒരു സന്തോഷം, ഇതിന് കാരണമായിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി, സന്തോഷം. നമുക്ക് മമ്മൂട്ടി കമ്പനി, മുജീബ്, വിനായകൻ ചേട്ടൻ, എല്ലാവർക്കും, ഡയറക്ടർ ജിതിൻ ചേട്ടൻ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വളരെ സിമ്പിളായിട്ടാണ് ഇതുവരെയുള്ള ജേർണി പറഞ്ഞത്. പക്ഷെ അതിന്റെ പിറകിലുള്ള ഹാർഡ് വർക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇനി ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ. ആളുടെ സ്റ്റൈൽ ഇതാണ്, നമുക്കറിയാം. അല്ല, 3 പാട്ടുണ്ട്.
എനിക്ക് തോന്നുന്നു നീ മലരുകൾ പാട്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു മൊമെന്റിൽ കേൾക്കാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നത്. ശ്രീരാഗനും അത് തന്നെയാണോ ആഗ്രഹം? അത് തന്നെ പാടണം എന്നാണ് എനിക്ക് ഡ്യൂറ്റ് പാടണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ ഞാൻ മാത്രം നിൽക്കുന്നതുകൊണ്ട് അത് പാടാം. So maybe ഇത് ഞാനിവിടെ അധികം നിന്ന് ബോറടിപ്പിക്കേണ്ട കാര്യമില്ല. He's just entertaining you, all of us. Ready? Yeah. So everyone, നല്ലൊരു കൈ to Srirag and we are going to listen to his song. വെറുതെ പാടാൻ ഇല്ല. Thank you. Thank you so much, Srirag. എനിക്ക് തോന്നുന്നു പാട്ട് പാടി നമ്മൾ എന്റർടൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെയാണ് സംസാരത്തിലും നമ്മൾ എൻജോയ് ചെയ്ത് എന്റർടൈൻ ആയല്ലേ. സോ യെസ്, പാട്ട് കേട്ട് ഇനിയും കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഡോണ്ട് വറി, he'll be coming again on stage and treating us with his soulful singing. And now ശ്രീരാഗിനെ പാട്ട് കേട്ട് ഈ ഒരു ട്രാക്ക് എൻജോയ് ചെയ്തിരിക്കുന്ന ഈ ഒരു റൈറ്റ് മൊമെന്റിൽ തന്നെ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ത്രില്ലർ സ്വഭാവമുള്ള സിനിമ എന്ന് പറയുമ്പോൾ അതിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ഇമോഷൻസ് സ്ട്രെയിറ്റ് ടു ദ ഹാർട്ട് എത്തുന്നത് പാട്ടിലൂടെ തന്നെയായിരിക്കും. ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണെന്ന് പറയുമ്പോൾ we can imagine the impact of music that can do to the film. ഓൾറെഡി റിലീസായ പാട്ടുകളിൽ നിന്നെല്ലാം നമ്മൾ 100% ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. So ladies and gentlemen, it is time to appreciate and welcome the music director, Shri Mujib Majid, on the floor. With a big round of applause. Congratulations ആദ്യമേ പറയട്ടെ, എക്കോ മൂവി സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ യെറ്റ് അനദർ ഫിലിം, മേ ബി ഗോൾഡൻ ഫെദർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രോജക്റ്റിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. യെസ്, ഓൾറെഡി ഒരു പാട്ട് കേട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ തന്നെയാണ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ഐ ക്യാൻ ഇമാജിൻ യുവർ ഇമോഷൻസ് റണ്ണിങ് ഇൻ ദ മൈൻഡ്. സോ ഒരു പാട്ട് ലൈവായിട്ട് കേട്ട് ഇപ്പോൾ സ്റ്റേജിൽ വന്നപ്പോൾ എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു. ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയാം. എൻ്റെ കരിയറിൽ ഭയങ്കര പെട്ടെന്ന് തന്നെ നമുക്കാണ് ഒരു പടം ചെയ്യാൻ പറ്റിയതിൽ അറ്റ് ദ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ടീം. ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ടീം ഇവിടെ ഉണ്ട്, അവരുടെ ഒരു എഫേർട്ട് കൂടെ ഈ പടത്തിൽ ഭയങ്കരമായിട്ടുണ്ട്. ശ്രീരാഗ്, സിന്ധു ചേച്ചി, ഹരിത, വിനായക്, അവരുടെയൊക്കെ സപ്പോർട്ട് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അഞ്ജിത്തിൻ ഫോർ ദ ഭയങ്കര ക്ഷമ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. And I have a question to you that ഒരുപാട് പാട്ടുകളുണ്ട്, നമ്മളെല്ലാം ഒന്നിനൊന്ന് ഇങ്ങനെ ഈക്വലി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ട്രാക്ക്? ഇഫ് യു ക്യാൻ ആൻസർ ദാറ്റ്. നില കായം എന്നുള്ള ട്രാക്കാണ് എൻ്റെ ഫേവറേറ്റ്. യെസ്, ഐ തിങ്ക് നമ്മൾ ഇന്നതും കേൾക്കാനായുള്ള ഭാഗ്യം നമുക്കുണ്ട്. അതിന് കൂടെ എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ ഈ വെറ്റ് സ്റ്റാർട്ട് ചെയ്തൊരു ഗംഭീര എൻട്രി റെഡ് ബാക്ക് എന്ന സോങ് കേട്ടിട്ടാണ്. ആ പാട്ട് പാടിയിരിക്കുന്നത് ആരാണെന്ന് അറിയോ? എനിക്കറിയാം. Maybe I'll take the privilege to reveal that. മറ്റാരുമല്ല, നമ്മുടെ മമ്മൂക്കയുടെ മകളുടെ മകനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്, അദിയാൻ സയീദ്. യെസ്, അത് മ്യൂസിക് ചെയ്യുന്ന ജിതിനാണ്. ലിറിക്സും മ്യൂസിക്കും ചെയ്തേക്കുന്ന ജിതിൻ തന്നെയാണ്. All right, that's very interesting. Okay, വീണ്ടും ഇങ്ങനെ നമ്മൾ ത്രില്ലടിപ്പിക്കുന്ന എലിമെന്റ്സ് ആണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളെല്ലാവരും രോമാഞ്ചം to its zenith. Yes, okay, thank you so much. So once again, ladies and gentlemen, we should give a big round of applause to congratulate the talent that we have.
Maybe, Mujib sir, I have a request. Sir, ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ടീമിന്റെ കാര്യം. So I'm seeking your presence once again on stage because ആ ഒരു ടീമിലെ ആളുകളെ തന്നെയാണ് അടുത്തതായി നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. You have already mentioned the name, so shall I announce with your permission? വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ശ്രീ വിനായക് ശശികുമാർ and Haritha Haribabu. Surprisingly, there is a huge ground support for them as well. Yes, you can applaud, you can whistle. നല്ല കൈ നൽകി തന്നെ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Lyricists Sri Vinayak Shashikumar and Haritha Haribabu. Yes. Proud moment ആയിരിക്കും അല്ലേ? മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, നമ്മളെല്ലാവരും ഒരുപാട് സ്വപ്നം കാണുന്ന ധന്യമായിട്ടുള്ള ഒരു ഓഡിയൻസിനെ തന്നെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. And we are eagerly waiting to listen to your words. എല്ലാവർക്കും നമസ്കാരം. നമുക്കടെ സിനിമ ചെയ്യാന്നുള്ളത് സിനിമയിലേക്ക് വരുമ്പോൾ തന്നെയുള്ള വലിയൊരു ആഗ്രഹമാണ്. ഇപ്പോൾ ഒരു ഭാഗ്യം കൊണ്ട് ഒരു 8 സിനിമകളിൽ ഇപ്പോൾ നമുക്കടെ ഭാഗമാകാൻ കഴിഞ്ഞു, മമ്മൂട്ടി കമ്പനിയുടെയും. അപ്പോൾ ഈ സിനിമയിൽ ഞങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കുറച്ച് വ്യത്യസ്തമായിരുന്നു. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഒരു 4-5 തമിഴ് പാട്ടുകൾ എഴുതുക എന്നുള്ളതായിരുന്നു ഈ സിനിമയിലെ കർത്തവ്യം. അപ്പോൾ അത് ഞങ്ങൾ തരക്കേടില്ലാതെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഈ സിനിമയിൽ നിന്ന് റിലീസായിരിക്കുന്ന കോണ്ടന്റിൽ ഒന്ന് നേരത്തെ നമ്മൾ കണ്ട ട്രെയിലറും പിന്നീട് പാട്ടുകളുമാണ്. പാട്ടുകളെല്ലാം റിലീസായിട്ടുണ്ട്. ഇതിലാക്കായും ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള അഭിപ്രായങ്ങളെല്ലാം വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. സിനിമ കാണാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുന്നു. ഹരിതയ്ക്ക് കൊടുക്കുക. ഹരിത ഇതിനകത്ത് മന്നനെ എന്ന് പറഞ്ഞ ട്രാക്ക് എഴുതിയിരിക്കുന്ന ഹരിതയാണ്. അപ്പോൾ ഹരിത, താങ്ക് യു ആൾ. മമ്മൂക്കന്നെ നേരിട്ട് കാണുന്നത് സ്വന്തം വർക്കിലൂടെ ആയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ മുജീബ് എന്നെ വിളിച്ചിട്ട് പാട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ തമിഴ് പാട്ട് എഴുതുമോ ഹരിതാന്ന് ചോദിച്ചു. ഞാൻ എഴുതാം. മുജീബിൻ്റെ കൂടെ 3ാമത്തെ വർക്കാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അപ്പം അതിൽ തമിഴാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ചെയ്യുന്ന സമയത്ത്. ആദ്യം കളങ്കാവൽ മൂവിയിൽ ഒരു സോങ് ഉണ്ട്, തമിഴാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ ട്രൈ ചെയ്യാമെന്നുള്ള രീതിയിലാണ്. മമ്മൂക്കയുടെ കാര്യം പിന്നീട് ഞാൻ അറിയുമ്പോഴാണ് ഇത് അയ്യോ വലിയൊരു മൂവിയാണ്, ഇതിൽ എങ്ങനെ നമ്മൾ എഴുതുക അങ്ങനെയൊന്നും എനിക്കറിയില്ല. പിന്നെ എത്ര സോങ്സിൻ്റെ ഒന്നും അറിയില്ല. അപ്പോൾ പറഞ്ഞു ഒരു തമിഴ് സോങ് ഉണ്ട്, അത് എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയതാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ മമ്മൂക്കയുടെ ഫോട്ടോ വെച്ചിട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. വിനായകാണ് ബാക്കി 4 പാട്ട് 5 പാട്ട് എഴുതിയെങ്കിലും ഞാൻ ഒരു പാട്ട് എഴുതിയിട്ടുള്ളൂ. പക്ഷെ അതിൽ മമ്മൂക്കയുടെ ഫേസ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. വീട്ടുകാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും താങ്ക്സ് ടു മുജീബ് മജീദ്, താങ്ക് യു ജിതിൻ, മമ്മൂട്ടി കമ്പനി, എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിങ്ങളിലൂടെ ഇത്രയും പേര് കേൾക്കുന്നു എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും 5-ാം തീയതി മൂവി ഒന്ന് കാണണമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. You thanked everyone. I think we should thank you. നമുക്ക് ആ ഒരു ഫീൽ കറക്റ്റായിട്ട് കിട്ടുന്നതിൽ ലിറിക്സും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ അത് അത്രയും ഹെവൻലി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ ടാലൻറ്റ്. സോ ഓൺ ബിഹാഫ് ഓഫ് മലയാളി ഓഡിയൻസ്, താങ്കിങ് യു as well. Thanks a lot. Yes, definitely. I think എന്നാലാണ് ഈ ഒരു മൊമെന്റ് കംപ്ലീറ്റ് ആവാന്നല്ലേ? എൻ്റെ ടീം പ്രോഗ്രാമേഴ്സ് ഇവിടെ ഉണ്ട്. ഗിച്ചു, അലൻ, ഗൗതം, നെവിൻ. Come on everyone. മുജീബ് സർ സംസാരിച്ചു തുടങ്ങിയ തന്നെ ടീം മെമ്പേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ്, ഒരു ടീം വർക്ക് എടുത്ത് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിന്റെ പിറകിലുള്ള ആളുകളാണ് ഇപ്പോൾ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം തന്നെ നൽകി തന്നെ അവരെ. ഒരാളുകൂടെ ഉണ്ട്, പുള്ളി ഇവിടെ ഇല്ല, ബാംഗ്ലൂരാണ്, കിരൺ. സോ ടീം. And shall we have a big round of applause as this is the team for the thrilling music that we are hearing from Kalangaval. എല്ലാവരും വിറയ്ക്കുന്നുണ്ടോ തോന്നണല്ലേ? ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ വിറയ്ക്കുന്നുണ്ട്. യെസ്, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി അറിയിക്കുകയാണ്. We are eagerly waiting to see your hard work in the film Kalangaval. Thank you, thanks a lot. Thank you so much. So now, ladies and gentlemen, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ മുജീബ് സാറിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഫേവറേറ്റ് ട്രാക്ക് ഏതാണെന്ന് ചോദിച്ചപ്പോൾ he said a song, right? അപ്പോൾ ഇനി ആ ഒരു ഹൈപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ ആ പാട്ട് കേട്ട് നമ്മുടെ ഇവന്റ് നമുക്ക് തുടരാം. We are going to listen to the song നിലാകായം
And ഈ പാട്ട് നമുക്ക് ഇപ്പോൾ പാടി തരുന്നത് the original singer herself. It's time for me to welcome on stage Srimati Sindhu Delson. With a loud round of applause, let's welcome the Sindhu Delson. Hi ma'am. സോ പാട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നതിന് ഓൾറെഡി നമുക്കൊരു ഹൈപ്പ് കിട്ടി. മ്യൂസിക് ഡയറക്ടറിൻ്റെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ട്രാക്ക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേൾക്കാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഞാൻ റെഡി അല്ലേ? യെസ്. ഓക്കെ, ലെറ്റ്സ് ലിസൺ ടു ദി സോങ് എവരിബഡി. രോമാഞ്ചം കൊള്ളാനായിട്ട് പോകുന്നത് ദാറ്റ് വാസ് മിസ് സിന്ധു ഡെൽസൺ എവരിബഡി. And now, ladies and gentlemen, the time has come for all of us to make a swift transition to the much awaited teaser launch of Kalangaval. And also ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ കൂടി ശ്രീ ജോയ് തോമസ് സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. And yes, now ladies and gentlemen, we are heading on to the teaser launch of Kalangaval. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സിനിമയിലെ ലെജൻഡ്സ് അവരുടെ സാന്നിധ്യത്തിലാണ് കളങ്കാവൽ സിനിമയുടെ ടീസർ നമ്മൾ ലോഞ്ച് ചെയ്യുവാനായി പോകുന്നത്. റിക്വസ്റ്റിംഗ് ഓൾ ഓഫ് യു ടു കൈൻഡ്ലി സ്റ്റെപ്പ് നിയർ ദ ബസർ. ബസർ അമർത്തിയാണ് നമ്മൾ ടീസർ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുമിച്ച് ടീസറിൽ ബസറിൽ അമർത്തി ടീസർ നമുക്കായിട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ജോഷി സർ, സിബി സർ, സിയാർ കോക്കർ, ജോയ് തോമസ് സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. Ladies and gentlemen, this is the moment. നാല് പേരോടും ഒരുമിച്ച് ബസറിൽ അമർത്തി ടീസർ ലോഞ്ച് ചെയ്യാനായി റിക്വസ്റ്റ് ചെയ്യുന്നു. And here we go. എല്ലാവർക്കും നമസ്കാരം. ഈ കളങ്കാവൽ എന്ന് പറയുന്ന പേര് റിവീലായപ്പോൾ തൊട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്. പിന്നീട് ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെ ഓരോന്നായിട്ട് റിവീൽ ചെയ്ത് വരുമ്പോൾ നമ്മളിങ്ങനെ ആ ക്യൂരിയോസിറ്റി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ വന്നപ്പോൾ ഇത്രയും ഹീറോയിൻസ് ഒന്നിച്ച് കാണുക, ഇവിടെ റിവീൽഡാകുന്ന ഓരോ ട്രെയിലർ, ടീസർ എല്ലാം ഈ മമ്മൂട്ടി കമ്പനിയുടെ ഇതിനു മുമ്പത്തെ 6 പടങ്ങളുടെയും ആ ഒരു വിഷ്വൽസ് കണ്ടപ്പോൾ തന്നെ എന്താണ് നമ്മളെ അമ്പരപ്പിക്കുന്ന സിനിമകൾ, കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 45 വർഷമായിട്ട് നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു കോമ്പിനേഷൻ വിനായകൻ കൂടി വരുമ്പോൾ അത് നമുക്കൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അതെന്താണെന്നുള്ള ക്യൂരിയോസിറ്റി വീണ്ടും അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വി ആർ ഓൾ വെയിറ്റിംഗ് ടു വാച്ച് ദിസ് മൂവി. ഇത് നമ്മളുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തൊരു സിനിമയായി മാറും എന്നൊരു വിശ്വാസമുണ്ട്. ഓൾ ദ ബെസ്റ്റ് ടീം കളങ്കാവൽ. വളരെയധികം സന്തോഷം സർ, ഇവിടെ എത്തിച്ചേർന്ന് കളങ്കാവൽ സിനിമയുടെ പ്രീ റിലീസ് ടീസർ നമുക്കായി ലോഞ്ച് ചെയ്തതിൽ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി തന്നെ നന്ദി അറിയിക്കുന്നു. ആൻഡ് ഫ്രം ഹിസ് വേർഡ്സ് we got to know that he is also eagerly waiting to watch the film on the screen. And now, ladies and gentlemen, looking down നമ്മുടെ ഫ്രണ്ട് റോയിലേക്ക് നോക്കുമ്പോൾ മലയാള സിനിമയിൽ നമ്മൾ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന നിരവധി പേരാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. അവർ ഓരോരുത്തരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു ശ്രീ രഞ്ജൻ സർ, അദ്ദേഹത്തിനോടൊപ്പം ശ്രീ അമൽ നീരദ്, ശ്രീ അൻവർ റഷീദ്, ശ്രീ മണിയൻപിള്ള രാജു സർ, ഇവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു മൊമെന്റിൽ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാതെ 2 വാക്ക് കേൾക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നല്ലൊരു കൈയ്യടി നൽകി തന്നെ നമുക്ക് ഇവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ രഞ്ജൻ സർ, ശ്രീ അമൽ നീരജ് സർ, ശ്രീ അൻവർ റഷീദ്, ശ്രീ മണിയൻപിള്ള രാജു സർ, ശ്രീ കുഞ്ചൻ സർ, നമ്മുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന് കാത്തിരിക്കുന്ന ആളാണ് ശ്രീ കുഞ്ചൻ സർ. അദ്ദേഹത്തെയും വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. ആർക്ക് മൈക്കിപ്പോ കൈമാറണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമാണ് എനിക്കുള്ളത്. To whom should I hand over the mic?
നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു ഈവനിങ് ആണ്. ഞാൻ പറഞ്ഞില്ലേ 45 വർഷമായിട്ട് അടുത്ത സുഹൃത്താണ് ശ്രീ മമ്മൂട്ടി. എൻ്റെ എല്ലാ കാര്യങ്ങളും പേഴ്സണലായാലും കുടുംബപരമായും ഞാൻ നിങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചടങ്ങ് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ മാത്രമല്ല എനിക്ക് കിട്ടിയ പൈസയിൽ കുറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച പടങ്ങളെല്ലാം ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ അല്ലെങ്കിൽ ഞായറാഴ്ചക്ക് മുമ്പ് കണ്ടിരിക്കും. ഞാൻ രാത്രി വിളിച്ച് അഭിപ്രായം പറയാം. അപ്പോൾ എന്ത് വന്നാലും ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ളതിന് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം ഒരു പ്രാവശ്യം ഏതോ ഒരു പാട്ട് കേട്ടിട്ട് സിനിമയുടെ പേര് ഓർമ്മയില്ല. നമ്മൾ ഇതെന്തോന്ന് മോശമായിരിക്കുന്നു പാട്ട്, ഒട്ടും ശരിയായില്ല എന്നൊക്കെ മറുപടി. എടാ നീ ഇപ്പോഴും 75-80 വയലാറിഞ്ഞവരാ മാസ്റ്റർ പാട്ടി കിടക്കട്ടെ. ഈ പുതിയ പിള്ളേര് പുതിയ തല പുതിയ ഐറ്റം തുടങ്ങുമ്പോൾ അവരെ കൂടെ നിൽക്കണോടാ, അവർ കണ്ടു പഠിയടാ എന്ന് എന്നെ വഴക്ക് പറഞ്ഞു. അപ്പോൾ അതോടെ ഞാൻ പരിപാടി നിർത്തി. ഇന്ന് ഈ സ്റ്റേജിൽ വന്നിട്ട് ഇതിൽ പങ്കെടുത്ത മ്യൂസിക്കിൻ്റെ ആൾക്കാരെല്ലാം ആ തുടിക്കുന്ന യൗവനും ആ യൂത്തിൻ്റെ അപ്പം ഞാൻ അടുത്തിരുന്ന് പറയുകയും ചെയ്തു. കണ്ടാലറിയാം എല്ലാം വലിയ തലകൾ തന്നെ ഇവരൊക്കെ കണ്ടുപിടിച്ച് ഇറക്കിയില്ലേ പുതിയ മോഡലുകളൊക്കെ. എന്തായാലും വളരെ സന്തോഷം. ഈ സിനിമയെക്കുറിച്ച് വളരെ എനിക്ക് മാത്രമല്ല ഓൺലൈനിലൊക്കെ കാണുന്നവർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷ. അപ്പോൾ ആ പ്രതീക്ഷ 100% ഉണ്ടായിരിക്കും. അല്ല പണ്ടൊരു സംഭവം പറയും, എന്തെങ്കിലും കാണാതെ പട്ടൊരു വെള്ളത്തിൽ ചാടില്ല എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തോ സംഭവമുണ്ട്, എന്തോ ഒരു ഐറ്റം ഒളിഞ്ഞിരിപ്പുണ്ട്, അത് ഇവരാരും പറയുന്നില്ല. അത് നമ്മൾ എന്തായാലും 4ാം തീയതി തിയേറ്ററിൽ പോയി കണ്ട് മനസ്സിലാക്കും. അപ്പോൾ ഈ പടത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ്. ഇതൊരു അതിഗംഭീര ഹിറ്റാവട്ടെ. ഇങ്ങനെയുള്ള പ്രമേയങ്ങളും പടങ്ങളും ഒക്കെ എല്ലാവരും സ്വീകരിക്കുകയും. അപ്പോൾ അത് വലിയ സന്തോഷമാണ്. വിനായകൻ അദ്ദേഹത്തെ എൻ്റെ ചോട്ടാ മുംബൈയിൽ നിൽക്കുന്നത് അൻവർ റഷീദ് സംസാരിക്കണോ? അത് വേണ്ടല്ലേ. അപ്പം അന്ന് തൊട്ടുള്ള പരിചയമാണ്. അദ്ദേഹത്തിൻ്റെ പടങ്ങൾ കാണാറുണ്ട്. നല്ല ആക്ടറാണ്. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. സൂപ്പർ ഹിറ്റാണ്. എൻ്റെ ഒറ്റ സുഹൃത്താണ്. പാടില്ല, വല്ലതും പറഞ്ഞാൽ മതി. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം മിസ്റ്റർ മണിയമ്പലരാജ് പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഞാനും ഈ പടത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നിട്ട് അതെൻ്റെ ദൈവഭാഗ്യം എന്ന് വേണം പറയാൻ. ഒരു നല്ല പടത്തിൽ അഭിനയിക്കുക ഇടവേളയ്ക്ക് ശേഷം കിട്ടിയ ഒരു ചാൻസാണ്. ഞാനും ഓർമ്മ കാണിച്ചിട്ടുണ്ട്. ഇത് വളരെ വിജയകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. മലയാള സിനിമയിലെ പുതിയ തലമുറ, അത് എത്രയുണ്ട് ശരിയാണ് പറയുന്നത് എനിക്കറിയില്ല, എന്നാലും പുതിയ ചലച്ചിത്ര ഭാഷ അന്വേഷിക്കുന്ന ഒരു തലമുറ ഇവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ട് വർഷങ്ങളായി. അവർ ദൃശ്യഭാഷയിൽ വിസ്മയങ്ങൾ തീർത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. അതിൽ ഏറിയ ചിത്രങ്ങളും. ആ ഗണത്തിലേക്ക് ഒരു പുതിയ സിനിമ കൂടെ വരുന്നു. ഒരു പുതിയ സംവിധായകൻ, പുതിയ എഴുത്തുകാരൻ. എല്ലാവർക്കും വിജയാശംസകൾ. ഒപ്പം ഏത് ചലച്ചിത്ര ഭാഷ സ്വന്തമാക്കിയെന്ന് ഒരാൾ ധരിക്കുമ്പോഴും പണം മുടക്കാൻ ഒരു ബാനർ, ഒരു പ്രൊഡക്ഷൻ ഹൗസ് കൂടെ ഉണ്ടായാൽ മാത്രമേ യാത്ര ലക്ഷ്യം കാണുകയുള്ളൂ. അവിടെ ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതിൽ നമുക്ക് വിശ്വാസം നൽകുന്ന ഒന്ന് അതിൻ്റെ പിന്നിൽ മമ്മൂട്ടി കമ്പനിയാണെന്നുള്ളത്. നമ്മൾ ഈ കണ്ട സിനിമകളിലൂടെ ഇപ്പം ഈ പ്രദർശിപ്പിച്ച മുൻകാല സിനിമകളിൽ ഓരോന്നിലും മലയാളി ഓരോ രീതിയിൽ അതിനെ ഹൃദയത്തോട് ചേർത്ത് സ്വീകരിച്ചതാണ്. ഇതും ആ ഗണത്തിൽപ്പെടട്ടെ. ഈ കമ്പനി ഇവിടെ നിലനിൽക്കുക തന്നെ വേണം. കൂടുതൽ അർത്ഥവത്തായ സിനിമകൾക്ക് പിറവിക്ക് കാരണമായി മമ്മൂക്കയുടെ കമ്പനി ഉണ്ടാവട്ടെ. നന്ദി. All the best team Kalangavil. Thank you. All my very best. Thank you. Yes, thank you so much, sir. നമ്മുടെ ഒരു സെലിബ്രേറ്ററി മോഡിലേക്ക് കൊണ്ടുപോയാണ് ഓരോരുത്തരും സംസാരിച്ചത്. ആൻഡ് വി ഹാവ് ഈവൻ മോർ സ്പെഷ്യൽ പേഴ്സൺ സിറ്റിംഗ് ഓവർ ദെയർ. മണിയമ്പള്ളി രാജു സർ യുവത്വത്തിന്റെ പവർ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ചിരിച്ചുകൊണ്ടിരുന്ന ബേസിൽ എന്റെ വേദിയിലേക്ക് ഞാനിപ്പോൾ സ്വാഗതം ചെയ്യുകയാണ്. And also let me wholeheartedly welcome Mr. Nizam Bashir. അസീസി കരീം അവിടെ ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ഒരു ചിരി സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. And also inviting Mr. Mithun Manuel Thomas on stage.
Also wholeheartedly welcoming Khalid Rahman. So please. Okay, മൈക്ക് കിട്ടുന്നതിന് മുന്നേ സംസാരിച്ചു തുടങ്ങി. പക്ഷേ ഐ തിങ്ക് രഞ്ജിത്ത് സാർ കൂടെ സ്റ്റേജിലേക്ക് എത്തിയാൽ ഐ തിങ്ക് ദിസ് മൊമെന്റ് വിൽ ബി കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരസ്പരം സംസാരിച്ച കാര്യം ഇനി മൈക്കിലൂടെ സംസാരിക്കാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇവിടെയും മൈക്ക് ആദ്യം ആർക്ക് കൊടുക്കണം? എന്താ പറഞ്ഞതെന്നാണോ പറയണ്ടേ? റഹ്മാൻ വന്നിട്ട് പറയുന്നത് പെട്ട് വിളിക്കുന്നു വിചാരിച്ചല്ല. അതാ പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം എല്ലാവരും ഇതിനെക്കുറിച്ച് കളങ്കാവൽ എന്ന സിനിമയെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞങ്ങൾക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സിനിമ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അതിൻ്റെ ഓരോ പ്രോമോസും ഇതുപോലെ വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒന്നും അങ്ങനെ ഇപ്പോൾ രാജേട്ടൻ പറഞ്ഞ പോലെ ഒന്നും അങ്ങോട്ട് പുറത്തു പറയുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ എക്സൈറ്റഡ് ആണ്. 5-ാം തീയതി തിയേറ്ററിൽ വന്ന് കാണാൻ തന്നെ എക്സൈറ്റഡ് ആണ്. ഒപ്പം മമ്മൂക്ക ഇതുപോലത്തെ ഒരു റോൾ ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ചതും അത് മമ്മൂട്ടി കമ്പനി എന്ന പറയുന്ന കമ്പനി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചതും ഒക്കെ തന്നെ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. എല്ലാവർക്കും അതൊരു ഭയങ്കര മോട്ടിവേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും. ഒപ്പം വിനായകൻ ചേട്ടൻ അദ്ദേഹവും ഒരു വ്യത്യസ്തമായിട്ടുള്ള റോൾ ഈ സിനിമയിൽ ചെയ്യുന്നു. അതിലും എക്സൈറ്റഡ് ആണ്. പിന്നെ പുതിയ ഒരു ഡയറക്ടർ കൂടി മലയാള സിനിമയ്ക്ക് വരുന്നു, ജിതിൻ, പുതിയൊരു റൈറ്റർ. ഒപ്പം മുജീബിൻ്റെ മ്യൂസിക്കും മറ്റൊരുപാട് നായകന്മാരും ഒരുപാട് നല്ല ക്രൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും തരുന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷം. കാരണം മമ്മൂക്ക മികച്ച അഭിനേതാവാണ് അല്ലെങ്കിൽ മികച്ച അതാണ് എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ മലയാളികൾ അംഗീകരിച്ച ഒരു കാര്യമാണ്. ഏറ്റവും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് മികച്ച നിർമ്മാതാവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം നല്ല നല്ല സിനിമകൾ അത് തിരഞ്ഞെടുത്ത് ചെയ്യാൻ ഒരു മികച്ച നിർമ്മാതാവാണെന്ന് ആത്മാർത്ഥമായി പറയുന്നു. ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാടൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ട മമ്മൂക്കയുടെ പടം, പ്രിയപ്പെട്ട വിനായകൻ ചേട്ടൻ്റെ പടം, ഒരു കൂട്ടം പുതിയ ചെറുപ്പക്കാരുടെ പടം, മമ്മൂട്ടി കമ്പനിയുടെ പടം, എല്ലാം കൊണ്ടും പ്രിയപ്പെട്ടതാകുന്നു കളങ്കാവൽ. അപ്പോൾ 5-ാം തീയതി ഒരു ഗംഭീര വിജയമാവട്ടെ ഈ ചിത്രം എന്ന് ആശംസിക്കുന്നു. All the best. Thank you. മമ്മൂട്ടി കമ്പനി വെറുതെ ഒരു ചിത്രം ഓക്കെ പറയില്ല. നമുക്ക് വീണ്ടും വീണ്ടും കണ്ട് അതിൽ നിന്ന് ഒരുപാട് ടേക്ക് അവേസ് ഉള്ള സിനിമകളും സ്ക്രിപ്റ്റും മാത്രമേ മമ്മൂട്ടി കമ്പനിയിലേക്ക് എടുക്കൂ എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഇതുവരെ കണ്ട ചിത്രങ്ങളിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് കിട്ടിയതാണ്. ഇതിലും അങ്ങനത്തെ ടേക്ക് അവേസും കൂടുതൽ കലാകാരന്മാർക്കും ഓഡിയൻസിനും ഉറപ്പായിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. താങ്ക് യു മമ്മൂട്ടി കമ്പനി, ഈ കുടുംബത്തിലേക്ക് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിലും ഇതിൻ്റെ ഭാഗമാക്കിയതിലും. ഇതുപോലെ ഒരുപാട് ആളുകളും ഈ മമ്മൂട്ടി കമ്പനിയിലേക്ക് കുടുംബത്തിൻ്റെ ഭാഗമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ആശംസകൾ കളങ്കാവൽ ടീം. എല്ലാവർക്കും നമസ്കാരം. ഈ പടത്തിൽ ഒരു സീൻ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി എനിക്ക്. യഥാർത്ഥത്തിൽ എന്താണ് കഥയെന്ന് എനിക്കറിയത്തില്ല. 5-ാം തീയതി ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ടീസറും ട്രെയിലറും ഇതെല്ലാം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ്. കഥ അറിയാതെ 5-ാം തീയതി കണ്ട് ഈ പടം വൻ വിജയമാകട്ടെ എന്ന്. മാത്രമല്ല പ്രിയപ്പെട്ട കമ്പനി തന്നെയാണ് മമ്മൂട്ടി കമ്പനി. മമ്മൂക്ക, ജോർജ് സാർ, മണിപ്പുര സാർ, വായിക്കുന്ന എല്ലാവരും, സിബി സാർ, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പോകാനായിട്ട് കാത്തിരിക്കുകയാണല്ലേ, കഴിഞ്ഞല്ലേ പോട്ടെ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. സോ മലയാള സിനിമയിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസർ, ആക്ടേഴ്സ്, അവരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എല്ലാവരും റിപ്പീറ്റഡ്ലി പറയുന്ന കാര്യം ഈ സിനിമയിൽ എന്തോ ഉണ്ട്, അതെന്താണെന്ന് അറിയാൻ അവരും ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നു എന്നുള്ളത്. സോ മൂവിങ് ഓൺ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ,
അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി ഞാൻ ശ്രീരാഗിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. നമ്മുടെ ഒരു എൻവയൺമെന്റ് ഒന്നുകൂടെ കൂൾ ചെയ്യുന്നതിനായിട്ട് ശ്രീരാഗിനെ പാട്ട് കേട്ടാണ് നമ്മൾ ഇനി നമ്മുടെ സെലിബ്രേഷൻസ് ഓർ ത്രില്ലിംഗ് മൊമെന്റ് റെസ്യൂം ചെയ്യാനായിട്ട് പോകുന്നത്. ശ്രീരാഗ്, കം ഓൺ. ഓൾറെഡി ഒരു വട്ടം സ്റ്റേജിൽ വന്ന് പാടി, പക്ഷെ ഇപ്പൊ വിളിച്ചപ്പോഴും ആൾക്കൊരു കൺഫ്യൂഷൻ, എന്നെ തന്നെയാണോ ഞാൻ തന്നെയാണോ സ്റ്റേജിലേക്ക് വരുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദിസ് ഇസ് ദ മൊമെന്റ്. ഇതൊരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അത്രയും ഒരു ഹെവൻലി ഫീലിലാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത്. പുതിയ കഥകൾ, പുതിയ സംവിധായകർ, പരീക്ഷണങ്ങൾ, ഇവ മൂന്നും യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു പേരുണ്ട്. മറ്റേതൊരു നടനും അനുകരിക്കാൻ കഴിയാത്ത രീതിയിൽ വേഷഭാവ പകർച്ചുകൊണ്ട്, ശബ്ദം കൊണ്ട്, ഭാഷാ ശൈലി കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ല എന്ന് നമുക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ പറയാനായി സാധിക്കും. സിനിമയെ അത്രത്തോളം ഭ്രാന്തമായി സ്നേഹിക്കുന്ന, അഭിനയത്തെ അത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്ന, സിനിമയിലുള്ളവർക്കും സിനിമയിലല്ലാത്ത ഏതൊരു വ്യക്തിക്കും പാഠപുസ്തകമായി കാണാവുന്ന നമ്മുടെ സ്വന്തം വല്യേട്ടൻ, നമ്മുടെ സ്വന്തം മൂത്തോൻ ഈ കാലത്ത്, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ലോക സിനിമയിൽ തന്നെ ആ നടന് ഒരേ ഒരു പേരാണുള്ളത്, ഒരൊറ്റ പേരാണുള്ളത്. And the name is Mammootty. Ladies and gentlemen, scream your lungs out as we welcome our star, the mega star, നമ്മുടെ സ്വന്തം മമ്മൂക്കയെ ഇതിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ, ബഹുമാനത്തോടു കൂടി തന്നെ, ആരാധനയോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. The man, the phenomenon, our very own Mammootty. മമ്മൂക്കയെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, മമ്മൂക്കയെ ഒരു വട്ടമെങ്കിലും നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളെ റിപ്രസെന്റ് ചെയ്താണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഒരു നാളില് മമ്മൂക്കയെ സ്റ്റേജിൽ വെൽക്കം ചെയ്യും, മമ്മൂക്കയുടെ അടുത്ത് സംസാരിക്കും എന്നുള്ളത് ഓൾറെഡി ഞാൻ എൻ്റെ മനസ്സിലൊരു 100 ആവർത്തി ജീവിച്ചു കഴിഞ്ഞ മൊമെന്റ് ആണ്. ഓരോ സെപ്റ്റംബർ 7-ാം തീയതിയും ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക എന്ന് എഴുതുന്നതിന്റെ കൂടെ ഞാൻ ആഗ്രഹിച്ചു വരുന്ന, വിഷ് ചെയ്ത് വരുന്ന, പോസ്റ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമുണ്ട്. I want to hug മമ്മൂക്ക one day എന്നുള്ളത്. മറ്റൊരു ആങ്കറിന്റെ വാക്കുകൾ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ, എൻ്റെ നാട്ടിൽ ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല, എൻ്റെ വീട്ടിൽ ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല, എൻ്റെ ചുറ്റുമുള്ളതിൽ ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല. അത്രത്തോളം ആരാധിക്കുന്ന ഒരു മലയാളി പ്രേക്ഷകൻ എന്ന രീതിയിൽ മമ്മൂക്കയുടെ അടുത്ത് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് മമ്മൂക്ക ഫോർ ബീങ് in Kerala, for being in the Malayalam cinema. കേരളത്തിൽ ജനിച്ചതിൽ, മലയാളി ആയതിൽ ഓരോ മലയാളിയുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. താങ്ക്സ് എ ലോട്ട് മമ്മൂക്ക. സോ മമ്മൂക്കയുടെ ഇതുവരെ നമ്മൾ കാണാത്ത പുതിയൊരു ഭാവം, ആ ഒരു പുതിയ മമ്മൂക്കയുടെ 2 കൈയും നീട്ടി സ്വീകരിക്കാനായിട്ട് മലയാളി പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മമ്മൂക്ക മൈക്കിനാണ് നോക്കുന്നത് തോന്നുന്നു, ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഈ മൈക്ക് മേടിച്ചില്ലെങ്കിലെന്ന് ആലോചിച്ചു പോയി. താങ്ക് യു ഫോർ ദി കൈൻഡ് വേർഡ്സ്. ഇത് മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ സിനിമയാണ്. കുറേ കാലത്തിന് ശേഷം എൻ്റെ ഒരു സിനിമ ഇറങ്ങിയാണ്. ഈ സിനിമയ്ക്ക് കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം. ഇത് ഞാൻ വളരെ ആഗ്രഹിച്ച് ചെയ്യുന്ന സിനിമകളാണ്. ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ഷനും ഇനി ഒരുപാട് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇല്ലെന്നല്ല. ഓരോ സിനിമയും വളരെ സന്തോഷത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. നമുക്കിനിയും നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കും. അതിന് നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം. ഈ സിനിമയും അങ്ങനെയാണ്. ഇതൊരു പരീക്ഷണ സിനിമ എന്നല്ല ഞാൻ പറയുന്നത്. പരീക്ഷണങ്ങൾ, സിനിമയെല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ്. പരീക്ഷണങ്ങളില്ലാത്തൊരു സിനിമ ഇറങ്ങുന്നില്ല ഇവിടെ. 10 കോടിയുടെ ആയാലും ശരി, 100 കോടിയുടെ ആയാലും ശരി, എല്ലാം പരീക്ഷണങ്ങളാണ്. അത് വിജയിക്കുന്നത് വരെ അത് പരീക്ഷണമാണ്. വിജയത്തിന് ശേഷമേ അതൊരു വിജയമാകുന്നുള്ളൂ. ഈ സിനിമയും അങ്ങനെയാണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയല്ല പരീക്ഷണം, എൻ്റെ കഥാപാത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം. ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തെ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ട് പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല.
ഈ സിനിമയിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോള് പോലീസ് ഉദ്യോഗസ്ഥൻ്റെയാണ്. അതെന്നേക്കാൾ കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ വിനായകനാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ പുള്ളിക്കാരന് എന്നെ വിശ്വാസമായിട്ട് ശരിക്കും ഞാൻ തന്നെയാണോ, നിങ്ങൾ വിനായകനാണോ ഉദ്ദേശിച്ചത്? പറയാതെ ഈ സിനിമയിലെ നായകൻ വിനായകനാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് പോസ്റ്ററിൽ ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റർ കണ്ടില്ല. വിനായകനാണ് നമ്മുടെ സിനിമയിലെ നായകൻ. ഞാൻ നായകനാണ്, പക്ഷെ പ്രതിനായകനാണ്. ഇത്രയും കാലം എൻ്റെ എല്ലാ സിനിമാ കസർത്തുകളും സ്വീകരിച്ച് ഈ പ്രേക്ഷകരെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു കഥാപാത്രം ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടത്. എൻ്റെ ആത്മവിശ്വാസത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ 45 വർഷമായി നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിലനിൽക്കുന്നത്. ഇനി അങ്ങോട്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സദസ്സിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഞാൻ സിനിമ തുടങ്ങിയ കാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും സംവിധായകരൊക്കെ, ജോഷിയും ജൂബിലി ജോയിയൊക്കെ ഇതിനകത്തൊരു വലിയ, ഇന്നത്തെ ഈ ദിവസത്തിൽ എനിക്ക് വളരെ സന്തോഷകരമായിരുന്ന അവരുടെ സാന്നിധ്യം. കുഞ്ചൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. രാജു, സിബി, സിയാദ്, ഇങ്ങനെ എല്ലാവരും, അമൽ നീരദും അൻവർ റഷീദും രഞ്ജിത്ത് പോയ ഒക്കെ എൻ്റെ കൺവെട്ടത്ത് വന്നവരാണ്. ഞാൻ കണ്ടുപിടിച്ചതല്ല, അവരെൻ്റെ മുമ്പിൽ വന്നതാണ്. ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയാൻ മാത്രം ഞാൻ വല്ല കൊളംബസ് ഒന്നുമല്ല ഇവരെ കണ്ടുപിടിക്കാൻ. ഇവരിവിടെ തന്നെ ഉണ്ടായിരുന്നവരാണ്. അങ്ങനെ ഒത്തിരി ആളുകൾ സിനിമയിൽ എൻ്റെ ഒരുപാട് എനിക്ക് ബന്ധപ്പെടാൻ, ചുരുങ്ങിയ സമയത്ത് ബന്ധപ്പെടാൻ സാധിച്ച എല്ലാ സുഹൃത്തുക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സിനിമയിൽ എൻ്റെ കൂടെ സഹായിച്ചു. ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങൾ കുറവാണ്. ഞാനും വിനായകനും ചേർത്താൽ ജീവൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് കുഞ്ഞു റോളിന്, പിന്നെ വേറെ ചെറിയ ചെറിയ റോളിൽ ആൾക്കാരുണ്ട്. കണ്ടാലറിയുന്ന മുഖം അസീസിൻ്റെ മാത്രമാണ്. കുഞ്ചനുണ്ട്. അങ്ങനെ വളരെ ചുരുങ്ങിയ പുരുഷ കഥാപാത്രങ്ങളും ബാക്കി മുഴുവൻ സ്ത്രീ കഥാപാത്രങ്ങൾ. ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് അഭിനയിച്ചൊരു സിനിമ ഉണ്ടാവില്ല എനിക്ക് എന്നല്ല, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന് പറഞ്ഞതിന് പോലെ നമ്മൾ സ്ത്രീകൾ മാത്രമുള്ള സിനിമ എടുത്താണ്. പക്ഷെ അവരെല്ലാവരും ഈ സിനിമയോട് സഹകരിച്ചു. ഇപ്പം നമുക്കിപ്പോൾ ഇങ്ങോട്ട് വിളിക്കണം. യെസ്, അതിന് മുന്നേ നമുക്ക് മെയിൽ ആക്ടേഴ്സ് 2 പേരുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം വിളിച്ചാലോ നമുക്ക്? മെയിൽ ആക്ടേഴ്സ് 2 പേരാണുള്ളൂ എന്ന് നമുക്ക് പറഞ്ഞു. അസീസിൽ കൂടെ വരേണ്ടതാണ് ശരിക്കും. നിങ്ങളുടെ പോലെ ഇവിടെ പാൻറ്റൊക്കെ പിടിച്ചോ. സ്റ്റേജിൽ വന്നോ എന്ത് പറയണമെന്നൊരു ധാരണയിലാണ്. എനിക്ക് തോന്നുന്നു ജിബിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ഓരോ സിനിമയിലും നമ്മൾ അത്രത്തോളം നോട്ട് ചെയ്യുന്നതാണ്. സിനിമ കഴിയുമ്പോൾ നമ്മൾ എടുത്തു പറയുന്ന പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ കളങ്കാതലിലെ പെർഫോമൻസ് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പറയാൻ എന്തെങ്കിലും മനസ്സിൽ വന്നോ? ഞാൻ കണ്ണൂർ സ്ക്വാഡ് എന്നൊരു സിനിമയിലെ ഒരു സീൻ സാറിനോടൊപ്പം ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ സത്യത്തിൽ അന്ന് സാറിന് ചുറ്റും സിസിക, റോണി, ശബരീഷ് ഇവരൊക്കെ ഇരുന്ന് ഫുൾ ഒരു വേഷമൊക്കെ ചെയ്യണം. സത്യത്തിൽ അന്ന് ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ചു. ഭയങ്കര ഒരു ഇതായിരുന്നു. എങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം സാറിൻ്റെ കൂടെ ഒരു എന്താ ഒരു സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു എന്താ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ കൂടെ നിറഞ്ഞു നിന്നത് മുഴുവൻ വിനായകൻ്റെ കൂടെ. എന്തായാലും ഇപ്പൊ സംഭവിച്ചു. ലൈസീറെ കണ്ടോ ആരെങ്കിലും?
പൊളിച്ചിട്ടില്ലേ? ഇതിലൂടെ എന്ത് വേണം? പോരെ? പൊളിച്ചിട്ടുണ്ട്. അത് നമ്മളെ ഈ ചില ഫലങ്ങൾ പഴങ്ങളൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്നതാണ്. അതുപോലെ ഒരാൾ അയാൾ. ഞാനൊരു പരസ്യചിത്രത്തിൽ അയാളെ കണ്ടത്. ഫോൺ പേ ദുൽഖറും സമന്തിയും ചേർന്നിട്ടൊരു ഫോൺ പേയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഹനീഫ് അദേരി എന്ന് പറയുന്ന ഡയറക്ടറുണ്ട്, അദ്ദേഹമാണ് പറഞ്ഞത് സാറിന് അയച്ചു കൊടുത്തോന്ന് ചോദിച്ചു. അപ്പം ഇല്ല, ഞാൻ നമ്പർ തരാൻ അയച്ചു കൊടുക്കുന്ന പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് അയച്ചു. അപ്പം എനിക്ക് അങ്ങനെ പരിചയപ്പെടുത്തി ഒരു വലിയ എസ് ഒക്കെ എഴുതിയിട്ടാണ് അദ്ദേഹത്തിന് അയച്ചത്. അപ്പോൾ കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവിച്ചു. അപ്പോൾ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് സാർ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ അങ്ങനെ അവസാനം അങ്ങനെ സംഭവിച്ചു. പിന്നെ അസീസിനെ പറ്റിയൊന്നും പറയാനില്ല. അസീസ് ഇപ്പോൾ വലിയ തിരക്കുള്ള നടനാണ്. പക്ഷേ ഇവിടെ ഈ അദ്ദേഹത്തിൻ്റെ എല്ലാ തിരക്കുകളും ഒഴിവാക്കി ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ പരിപാടികൾ സഹകരിച്ചതിനുള്ളത് അഭിനയിച്ചിട്ടുണ്ട്. എന്നാലും എല്ലാവരും അഭിനയിച്ചാലും വന്നിട്ടുണ്ട്. പോയോ? അവിടെ മോലേക്ക് ഒളിച്ചിരിക്കുന്നു. വലിയ നടന്മാരൊക്കെ ഇവിടെ എത്തുമ്പോൾ നീ വലിയ നടനാ, നീ അവിടെ പോയി ഒളിച്ചിരിക്കണ്ട. നീ എന്താ വേണ്ട? നമുക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതിന് ഉത്തരം ഓൾറെഡി മമ്മൂക്ക തന്നു. ഈ ട്രെയിലർ ടീസർ നമ്മളിപ്പോ കണ്ടപ്പോ അതിലെ വിനായകൻ എന്ന പേര് എഴുതി കാണിക്കുമ്പോൾ 2 കളറിലാണ് വന്നത്. വി നായകൻ ടീസറിൽ നമ്മൾ കണ്ടു. അത് മമ്മൂക്കയുടെ ഐഡിയ ആയിരുന്നു എന്ന് നമ്മൾ കേട്ടു. അപ്പൊ മമ്മൂക്ക തന്നെ ഓൾറെഡി അതിനുള്ള ഉത്തരം നമുക്ക് തന്നു. പക്ഷെ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്ന മമ്മൂക്ക, ആ കളർ ഡിഫറൻസ് നേരത്തെ പറഞ്ഞതുപോലെ നായകൻ പ്രതിനായകൻ അത് തന്നെയാണോ ഉദ്ദേശിച്ചത്? കളർ ഡിഫറൻസ് വി നായകൻ വെച്ചാൽ നായകൻ എന്ന് മാത്രമാണ് ഡോമിനേറ്റ് ചെയ്യാൻ. അപ്പോൾ വിനായകനാണ് നായകൻ, അപ്പോഴാണ് വി എടുത്ത് കാണുന്നത്. അങ്ങനെയാണ് നായകൻ കിട്ടുന്ന ചാൻസിലൊക്കെ പറ്റുള്ളൂ. എൻ്റെ പേര് വയ്ക്കുമ്പോൾ അങ്ങനെ എഴുതാൻ പറ്റില്ല. മൂട്ടി എന്ന് എഴുതാൻ അങ്ങനെ പറ്റില്ല. അപ്പൊ അതാണ് അങ്ങനെ വിനായകനായതുകൊണ്ട് മാത്രമാണ് നടക്കുന്നത്. ഞാൻ ഈ പെണ്ണുങ്ങളെ വിളിക്കാതിരുന്നിട്ട് അവരിങ്ങനെ അക്ഷമരായിരിക്കുന്നു എന്നൊരു സംശയമാണ്. പറയാൻ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിക്കട്ടെ. ഓഫ് കോഴ്സ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മമ്മൂക്ക. ഇപ്പൊ നമ്മൾ വി നായകൻ എന്ന് പറഞ്ഞതുപോലെ 30 വർഷത്തോളം സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഓരോ കഥാപാത്രത്തിലും അദ്ദേഹത്തിൻ്റെതായ തനത് ശൈലിയിൽ എക്സെൻട്രിക് ആയി അവതരിപ്പിച്ച് നമ്മളെ കൈയടിപ്പിക്കുന്ന അഭിനേതാവ് തന്നെയാണ്. മമ്മൂക്കയുടെ പെർമിഷനോട് കൂടി അല്ല, നായകനെ ലാസ്റ്റ് അല്ലേ വിളിക്കുന്നത്? ശരി, അവർ സമ്മതിക്കുന്നില്ല. മികച്ച കൈഡി നൽകുന്നതിന് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Ladies and gentlemen, the one performer who we always get mesmerized about, Vinayagan on the floor. ഒരു മൈക്ക് കൊടുത്തതാ ഞാൻ സംസാരിക്കാൻ അറിയാലോ. ലൈഫിൽ നടക്കുന്ന ചില സംസാരിക്കാൻ അറിയില്ലെങ്കിലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ഇനി ഉണ്ടാവില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ, ആർക്കും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം. അത്ര ഭാഗ്യമുള്ളവനായി വിനായകൻ. സന്തോഷം. രണ്ട് വാക്കിലെല്ലാം ഒതുക്കിയല്ലേ? ബാക്കി ഞാൻ പറയാം. ഈ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും. പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും. അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ. വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോകും. ഇത് നമ്മളല്ലാതെ കാണുന്ന വിനായകനാണോ എന്ന് തോന്നിപ്പോകും. പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകനും ഇതിനേക്കാൾ നല്ലതാണ് ശരിക്കും കാണാനായിട്ട്, അല്ലേ? എന്താ നായകൻ വന്നു, ഇനി ആരാണ് ബാക്കിയുള്ളത്? നായിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നായികമാർ. മമ്മൂക്ക, shall we proceed to welcome? Okay, so തുടക്കത്തില് അത്രത്തോളം ത്രില്ലിംഗ് എൻട്രി നമുക്ക് തന്ന I don't know the count 21, 22, 23, 24 എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു നിമിഷം വരെയും നമ്മുടെ ഫ്രണ്ട് റോള് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പേരറിയാമെങ്കിൽ വിളിച്ചോളൂ.
സ്റ്റേജിൽ കയറിയപ്പോൾ മുതൽ നിർത്താതെ പണി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൺവേയിങ് മൈ സിൻസിയർ അപ്പോളജീസ്. എല്ലാവരുടെയും പേര് അത്രത്തോളം ഫെമിലിയർ അല്ലാത്തത് കൊണ്ടാണ് റിസ്ക് ഞാൻ എടുക്കുന്നില്ല. പക്ഷേ ഇനി നമ്മളെന്തായാലും സ്ക്രീനിൽ നിങ്ങളെ കണ്ട് ഞെട്ടാനായിട്ട് പോവാണല്ലോ. അപ്പോൾ ഇപ്പോഴേ സ്റ്റേജിൽ വന്ന് നമ്മളെ ഞെട്ടിക്കാനായിട്ട് എല്ലാവരെയും വെൽക്കം ചെയ്തു. Come on everyone, with a big round of applause, let's wholeheartedly welcome actresses in Kalagaval on the screen. നമ്മുടെ ഡയറക്ടർ ജിതൻ സർ പറഞ്ഞിരുന്നു കൗണ്ട് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും, അതുകൊണ്ട് കൗണ്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു കോൺടെസ്റ്റ് റൺ ചെയ്യുന്നുണ്ട് ടു ഗെസ് ദ നമ്പർ ഓഫ് ഹീറോയിൻസ് ഇൻ കളഗാവൽ. സോ അവരെല്ലാവരും ദാ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ ഒരു വലിയ അനൗൺസ്മെന്റ് തന്നെയായിരുന്നു ഇത്. ഞാൻ മൈക്ക് വരെ കൊടുക്കാം. അവർ തന്നെ നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തും. താങ്ക് യു സോ മച്ച്. ഇവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. മൈ നെയിം ഇസ് അബി സുഹാന. നമസ്കാരം, എൻ്റെ പേര് നിസ. എൻ്റെ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് ബാക്കിലിരിക്കുന്നവരാണ്. ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു, മുൻ മാപ്രയായിരുന്നു, കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് കണ്ണൂർ സ്ക്വാഡിലുണ്ടായിരുന്നു. അപ്പോൾ അഭിനയിക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം. ഞാനും എല്ലാവരെയും പോലെയും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. எல்லாருக்கும் வணக்கம். மம்முட்டி சார், ரொம்ப சந்தோஷம். நான் தமிழ்நாட்டோட சார்பாக வந்திருக்கேன். ஏன்னா இங்கே ரிலீஸ் பண்ண சாங்ஸ் எல்லாமே தமிழ் சாங்ஸாக இருக்கும்போது எனக்கு இன்னுமே ரொம்ப சந்தோஷமாக இருந்தது. நான் சென்னை பொண்ணு. என்னோட பேர் திரிவேதா. நான் சென்னையில் ஆர்ஜிவாக இருக்கேன், படங்கள் பண்ணியிருக்கேன். ஆனால் மம்முட்டி சாரோட நடிக்கிறது எனக்கு ரொம்ப சந்தோஷமான விஷயம். மலையாள சூப்பர் ஸ்டாரோட நடிச்சிருக்கோம் அப்படின்றதுல இதில் ஒரு சின்ன ரோலாக இருந்தாலும் நான் ரொம்ப சந்தோஷமாக அவங்க கூட ஸ்க்ரீன் ப்ரெசன்ஸில் அவங்க கூட இருந்திருக்கேன் அப்படின்றதுல ரொம்ப சந்தோஷம். தேங்க்யூ சார். നമസ്കാരം, എൻ്റെ പേര് സ്മിത. ഞാൻ മമ്മൂക്കയുടെ കൂടെ ഒരു 4ാമത്തെ മൂവിയാണ്. എന്താ പറയുക, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണിത്. മമ്മൂക്ക കമ്പനി, താങ്ക്സ് മമ്മൂക്ക. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗായത്രി അരുൺ. മമ്മൂക്കയുടെ കൂടെ 1 എന്ന മൂവിയിൽ ഒരു 5 വർഷം മുമ്പ് ചെയ്തതിന് ശേഷം ഞാൻ കൊടുത്ത എല്ലാ ഇൻ്റർവ്യൂവിലും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയുമായിട്ടുള്ള എക്സ്പീരിയൻസ്. എനിക്ക് ആ സിനിമയിൽ ആകെ ഒരു സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ കുറച്ച് കൂടുതൽ സീനുകൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇനിയുള്ള ഇൻ്റർവ്യൂവിൽ പറയാൻ കുറച്ചുകൂടെ വിശേഷങ്ങളുണ്ടാവും. താങ്ക് യു ജിതൻ, ജിഷ്ണു, ഞാൻ മമ്മൂട്ടി കമ്പനി ഈ ഒരു മൂവിയിലേക്ക് ക്ഷണിച്ചതിന് താങ്ക് യു സോ മച്ച്. നമസ്കാരം, എൻ്റെ പേര് അനുപമ. ആദ്യമായിട്ട് നന്ദിയാണ് പറയാനുള്ളത്. ജിതിൻ ചേട്ടൻ, ജിഷ്ണു ചേട്ടൻ, മമ്മൂക്ക, എല്ലാവരോടും ഒരുപാട് നന്ദിയാണ്. ഞാൻ മമ്മൂക്കയുടെ കൂടെ ഇത് 2ാമത്തെ മൂവിയാണ് ചെയ്യുന്നത്. ഡൊമിനിക്കിൽ മമ്മൂക്കയുടെ നായികയുടെ ഫ്രണ്ടായിട്ടായിരുന്നു ഫസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കളങ്കാവിൽ എത്തിയപ്പോഴേക്കും ചെറുതായിട്ട് റോളൊന്ന് മാറി അടുത്ത മൂവിയിൽ ചെറുതായിട്ട് ഭാര്യയായിട്ടോ അനിയത്തിയായിട്ടോ ഒക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. താങ്ക് യു സോ മച്ച്. കളങ്കാവലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും പോയി കാണാം. താങ്ക് യു സോ മച്ച്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ജിതിൻ, ജിഷ്ണു, മമ്മൂക്ക, മമ്മൂട്ടി കമ്പനി ഈ ഒരു സിനിമയിൽ ഫോർ ഗിവിംഗ് മി എ റോൾ. ഇറ്റ് ഈസ് വെരി വെരി എക്സൈറ്റിംഗ്. ഇത് എൻ്റെ ആദ്യത്തെ സിനിമയാണ് മമ്മൂക്കയുടെ കൂടെ. സോ എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ. ഈ സിനിമ കാണാൻ ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഞങ്ങൾക്ക് പോലും അറിയില്ല എന്താണ് ഈ ഫുൾ കഥ എന്നുള്ളത്. സോ വെരി എക്സൈറ്റഡ് ആൻഡ് താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിന്ധു വർമ്മ. വളരെ സന്തോഷത്തിലാണ് ഞാൻ. എനിക്ക് ബാലതാരമായിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ മമ്മൂക്കയോടൊപ്പം അർത്ഥം എന്ന മൂവിയിൽ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അന്ന് ഞാൻ പറയുമായിരുന്നു വലുതാകുമ്പോൾ മമ്മൂക്കയുടെ നായികയാവണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഞാനതിങ്ങനെ ആലോചിക്കുമായിരുന്നു. എന്തായാലും അത് മാനിഫെസ്റ്റായി. ഇത്രയും നായികമാരിൽ ഒരു നായികയാവാനും സാധിച്ചു. എൻ്റെ അമ്മായിച്ചനെ ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയാണ്, വേറൊന്നുമല്ല. അദ്ദേഹം ജഗന്നാഥ വർമ്മ, ആക്ടർ ജഗന്നാഥ വർമ്മ. അദ്ദേഹം എപ്പോഴും മമ്മൂക്കയുടെ എല്ലാ പടത്തിലും, ജോഷികളുടെ പടത്തിൽ അച്ഛനില്ലാത്ത പടങ്ങൾക്ക് ചുരുക്കമാണെന്ന് തോന്നുന്നു. അപ്പോൾ പറയാറുണ്ട് മമ്മൂക്ക എന്ന ആ ഒരു മനുഷ്യനെ
നടനെന്നല്ല ഉപരി ഇങ്ങേറ്റം ചായ കൊണ്ടുവരുന്ന ആൾ മുതൽ ഫുൾ ക്രൂവിനോട് എങ്ങനെ പെരുമാറണം, നമ്മളത് കണ്ടുപഠിക്കണം. ഇതെല്ലാം ഫാമിലിയിൽ എപ്പോഴും അച്ഛൻ പറയുന്ന കാര്യങ്ങളായിരുന്നു. എന്തായാലും മമ്മൂക്കയോട് ഇത് എൻ്റെ 6ാമത്തെ ഫിലിമാണ്. ഒരുപാട് സന്തോഷമാണ്. ടീം എന്നെ ഇതിനെ വിളിച്ച എല്ലാവർക്കും ഞാനൊരു ബിഗ് താങ്ക്സ് പറയുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇതൊരു വലിയൊരു വിജയമായി തീരട്ടെ. താങ്ക് യു. നമസ്കാരം, ഞാൻ വൈഷ്ണവി സായ്കുമാർ. എന്നെ ഇവിടെ ഒരുപാട് പേര് ഫിലിംസിൻ്റെ എണ്ണം പറയുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അത് മമ്മൂട്ടി സാറിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം, ഞാൻ മാളവിക. ഒരുപാട് സന്തോഷമുണ്ട്. ആസ് എ ഡൈ ഹാർട്ട് ഫാൻ ഓഫ് മമ്മൂക്ക ഒരു തവണ കൂടെ നിർത്തരുത്, പക്ഷേ ഇതിൽ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ജിതിൻ ചേട്ടാ ആൻഡ് മമ്മൂട്ടി കമ്പനി. ഇതെൻ്റെ സെക്കൻഡ് മൂവിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ചെയ്യാൻ പറ്റില്ല. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മോഹനപ്രിയ. ഐ എം ഫ്രം ചെന്നൈ. This is my second movie in Malayalam. I've done a very small role in Manjumal Boys before. Though all of us have done a very small portion in this, I think it's very special for all of us. My heartfelt thanks to Jishnu, Jitin and Ashik. Thank you, Mammootty sir. Looking forward. அனைவருக்கும் வணக்கம். நான் சிதி ஃபாத்திமா. இது என்னோட மம்முக்கா கம்பெனியில் செகண்ட் ஃபில்ம். ஃபர்ஸ்ட் ஃபில்மும் குட்டி ரோலாக இருந்தாலும் ஐம் ஹாப்பி டு ஒர்க் வித் மம்முக்கா. அண்ட் செகண்ட் ஃபில்மும் அவங்க கூட நான் பண்ணதில் ரொம்ப சந்தோஷமாக இருக்கேன். அண்ட் தேங்க்யூ சப்போர்ட்டர்ஸ். எனக்கு இந்த ரோல் கொடுத்ததுக்கு ஜிதின் அண்ட் ஏடி ஆஷிக் எல்லாருக்குமே ரொம்ப நன்றி. வணக்கம். നമസ്കാരം, എൻ്റെ പേര് സീമ. ആദ്യമേ തന്നെ ഭയങ്കര സന്തോഷം, പിന്നെ ഒരുപാട് പേരോട് നന്ദി ഈ സിനിമയുടെ ഭാഗമാക്കിയതിന്. അപ്പോൾ എൻ്റെ മൂക്കിൻ്റെ ഇവിടെ ഒരു കറുത്ത ഉണ്ണിയുണ്ട്. ഇപ്പോൾ പണ്ട് എല്ലാവരും പറയും ഇത് സർജറി ചെയ്ത് കളയണമെന്ന്. അപ്പം ഞാൻ പറയും ഇല്ല, എനിക്കും മമ്മൂക്കയ്ക്കും മാത്രമേ ആ സാധനമുള്ളൂ. അന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അദ്ദേഹത്തിനെ കാണാൻ പറ്റുമെന്ന്. പക്ഷേ കണ്ടു, അഭിനയിച്ചു. ഒരുപാട് സന്തോഷം. താങ്ക് യു. നിങ്ങളെപ്പോലെ ഞങ്ങൾ മീറ്റിംഗ് ആണ് December 5th. കാരണം ഞങ്ങൾക്കും വലിയ പിടിയൊന്നുമില്ല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കബനി. ഞാൻ മമ്മൂക്കയുടെ കൂടെ 2ാമത്തെ സിനിമയാണ്. നിസാം ബഷീർ സാറിൻ്റെ റോഷാക്ക് എന്ന മൂവിയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. 2ാമതും ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതിലും അപ്പുറത്ത് വിനായകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ സിനിമ വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് ദിയ. സാറിൻ്റെ കൂടെ ഒരു സീനാണ്. നമസ്കാരം, എൻ്റെ പേര് അമൃത. മമ്മൂട്ടി കമ്പനിയുടെ കൂടെ ഇത് 3ാമത്തെ പടമാണ് ഭാഗമാവുന്നത്. December 5 വേണ്ടി വെയിറ്റിംഗ് ആണ്. താങ്ക് യു. எல்லாருக்கும் வணக்கம். என் பேர் முல்லையரசி. நான் ராம்நாட்லேருந்து வரேன். அமுகா கம்பெனி இது எனக்கு செகண்ட் ஃபிலிம். கண்ணூர் ஸ்குவாடில் வனஜாவா என்னை பார்த்துருப்பீங்க. ஸோ தேங்க்யூ ஸோ மச் இந்த வாய்ப்பு எனக்கு கொடுத்ததுக்கு. எனக்கு மலையாளம் குறைச்சி அறியும், பட் സംസാരിക്കാൻ അറിയില്ല. இதுவும் தப்பு தான் நினைக்கிறேன். அண்ட் தேங்க்யூ ஸோ மச். தேங்க்யூ சார். தேங்க்யூ ஸோ மச். എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കാത്രിൻ മരിയ. മമ്മൂക്ക സാറിൻ്റെ കൂടെയും മമ്മൂട്ടി കമ്പനിയുടെ കൂടെയും ഇത് എൻ്റെ 2ാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ കണ്ണൂർ സ്ക്വാഡാണ്. കണ്ണൂർ സ്ക്വാഡിലെ ടിക്കിരി വില്ലേജിൽ നടക്കുന്ന ഫൈറ്റിനകത്ത് മമ്മൂക്കയ്ക്ക് നേരെ ഒരു വാളുമായി ചാടി വരുന്ന ഒരു ഉത്തർപ്രദേശുകാരിയായിട്ടായിരുന്നു എൻ്റെ തുടക്കം. അവിടെ നിന്ന് ഇപ്പോൾ മമ്മൂക്കയുടെ നായികമാരിൽ ഒരാളായി ഇവിടെ നിൽക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അപ്പോൾ December 5 കളംകാവൽ ഒരുപാട് പേരുടെ പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ്. വലിയ വിജയം തന്നെ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഇവിടെയുള്ള എല്ലാവർക്കും ഏകദേശം മമ്മൂക്കയായിട്ട് ഒരു സിനിമയോ 2 സിനിമയോ അങ്ങനെ എന്തൊക്കെയാണ്. ഐ തിങ്ക് എനിക്ക് മാത്രമേ ഏകദേശം 1.5 ഉള്ളൂ. റീക ചിത്രത്തിൽ മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ വാസ് ഡൺ ബൈ എ. ആൻഡ് ദെൻ ഐ തിങ്ക് ഐ എം ലക്കി ദെൻ എനിക്ക് കലംകാവലും മമ്മൂക്കയുടെ കൂടെ മാത്രം അഭിനയിക്കാൻ കിട്ടി. താങ്ക് യു സോ മച്ച് ജതിൻ ഫോർ ദിസ്. എൻ്റെ ലൈഫിലത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് ആയിട്ട് അത് കാണുന്നു ദാറ്റ് ഐ ഗോട്ട് ടു ഷെയർ മൈ സ്ക്രീൻ വിത്ത് മമ്മൂക്ക. താങ്ക് യു മമ്മൂക്ക. നമസ്കാരം, എൻ്റെ പേര് ബിൻസി. എൻ്റെ മമ്മൂക്കയുടെ കൂടെ ഫസ്റ്റ് ഫിലിമാണ്, മമ്മൂട്ടി കമ്പനിയുടെ കൂടെ ഫസ്റ്റ് ഫിലിമാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് മമ്മൂക്കയുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയത്. എല്ലാവരോടും താങ്ക് യു. മമ്മൂക്കയോടും മമ്മൂട്ടി കമ്പനിയോടും ജിഷ്ണുവിനോടും ജിതിനോടും പിന്നെ ആഷിഖിനോടും
വലിയൊരു നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ധന്യ. മമ്മൂക്കയുടെ കൂടെ സെക്കൻഡ് വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ വരുമ്പം തൊട്ട് ഭയങ്കര സർപ്രൈസ്ഡ് ആണ് ഈ സ്റ്റെപ്പ്. ഈ ഒരു ഓഡിയൻസും ടീസർ കാണുന്നതും ഈ നമ്മൾ ആദ്യമേ പരസ്പരം കാണുന്നത് നമ്മൾ തമ്മിൽ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. സോ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് 5th വേണ്ടി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓരോരുത്തരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എവ്രിബഡി ഈസ് ലിവിങ് ദർ ഫാൻ ഗേൾ മൊമെന്റ് അല്ലേ? എല്ലാവരുടെയും വാക്കിൽ ആ സന്തോഷവും എക്സൈറ്റ്മെന്റും തന്നെയാണ് അറിയുന്നത്. സോ വാക്കുകൾ കേട്ട സ്ഥിതിക്ക് ഐ തിങ്ക് വി ക്യാൻ ഹാവ് എ ഗ്രൂപ്പ് പിക്ചർ. സോ പ്രോബബ്ലി ടു ചെറിഷ് ഫോർ എ ലൈഫ് ടൈം. മമ്മൂക്ക നമ്മുടെ ആക്ട്രസസിന്റെ കൂടെ ഒരു ഗ്രൂപ്പ് പിക്ചർ എടുക്കാനായിട്ട് നമുക്ക് നമ്മോട് ഇൻവൈറ്റ് ചെയ്യുന്നു. മമ്മൂക്ക സെന്ററിൽ നിൽക്കണോ? I think നമുക്ക് സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സിനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച ഒരു ഗ്രൂപ്പ് പിക്ചർ എടുക്കാം. അതിനുശേഷം മമ്മൂക്ക ആൻഡ് ദ ഹീറോയിൻസ് ആ ഒരു എക്സ്ക്ലൂസീവ് പിക്ചറും നമ്മൾ എടുക്കുന്നതായിരിക്കും. സോ നൗ ഇൻവൈറ്റിംഗ് ഓൾ ദി കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് ഓഫ് കളങ്കാവൽ ടു കൈൻഡ്ലി ജോയിൻ us ഓൺ സ്റ്റേജ്. എല്ലാവരെയും കളങ്കാവൽ ടീം മെമ്പേഴ്സിനെ വേദിയിലേക്ക് ഗ്രൂപ്പ് ഫോട്ടോയുടെ ഭാഗമാകുന്നതിനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ പിക്ചറിന് ശേഷം മമ്മൂക്ക ആൻഡ് ഹീറോയിൻസ് മാത്രമുള്ള ഒരു പിക്ചറും നമ്മൾ എടുക്കുന്നതാണ്. സോ ഓൾ ദി ആക്ട്രസസ് പ്ലീസ് കൈൻഡ്ലി റിമെയിൻ ഓൺ സ്റ്റേജ്. ജീവിക്കുമ്പോൾ ഡിസംബർ 5-ാം തീയതി ഒരു വലിയ 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 ക്യാൻവാസിലേക്ക് ഉയരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. And may I request everyone to once again have a big round of applause to our lovely heroines. എല്ലാവർക്കും വേണ്ടി നല്ലൊരു കൈഡി കൊടുക്കാം നമുക്ക്. Thank you so much everybody. Thank you so much, Mamukka. Thanks a lot Anika for joining us. സിനിമയുടെ ആർട്ട് ഡയറക്ടറാണ്. ഒന്നും പറ്റിയിട്ടില്ല, ചുമ്മാ ആൾക്കാരെ കണ്ടോട്ടെന്ന് ഞാൻ വെച്ചാൽ. നമ്മൾ അഭിനയിച്ചൊരു പയ്യനല്ല. അഭിജിത്ത് കോസ്റ്റ്യൂമർ. പടത്തിൻ്റെ കോസ്റ്റ്യൂമറാണ്, എൻ്റെയും കോസ്റ്റ്യൂമറാണ്. ടൈറ്റിൽ ഇവൻ്റെ ആശം. അടുത്ത ആളോട് മറ്റേ ഡിസൈനറോടെ ഡിസൈനർ സ്റ്റിൽ ഇതിന് മുട്ടയടിച്ചിട്ടാണ് മനസ്സിലായത്. ഇവിടെ മെയിൻ ക്യാമറമാനെ വിളിച്ചിട്ടില്ല. സ്റ്റില് അവരോട് അതെങ്ങനെ ഒരു തൊപ്പിയൊക്കെ വെച്ച് അവിടെ കാര്യം പറയുന്നത്. എന്നെയൊക്കെ ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു ദുഷ്ടനായിട്ട് നേരെ നല്ല സ്റ്റൈലായി ചെയ്തിട്ടുണ്ട്. നമ്മുടെ നല്ല ടെക്നീഷ്യന്മാരായിരുന്നു എല്ലാവരും. ബോസേ ഇപ്പോഴത്തെ മെയിൻ ഡയറക്ടറാണ്. ഈ പുള്ളിയുടെ അസിസ്റ്റൻ്റാണ് നമ്മുടെ ഡയറക്ടർ. ഇതിക്കുള്ളിൽ എന്ത് വേണം? എഡിറ്റർ പ്രവീൺ.
പ്രൊഡക്ഷൻ മാനേജർ മോഹൻ, മോഹൻ തിരുവനന്തപുരമാണ്. ആഷിക അസിസ്റ്റന്റ് ഡയറക്ടർ. എടാ നിന്നേക്ക് ഇവരാണ് ലേഡീസ് കാസ്റ്റിംഗ് സ്പെഷ്യലിസ്റ്റ്. പറഞ്ഞിട്ട് എത്ര ആൾക്കാരെ നമ്മുടെ അറിഞ്ഞു. ശരി ശരി, ഞാൻ അടുത്ത ഉടനെ നോക്കാം. മേക്കപ്പ് ആരാണ്? താല്പര്യമില്ല. ഒരു മറ്റേ ആ റോൾ അഭിനയിച്ചോളാം. നന്നായിരുന്നു. ഞാൻ സന്തോഷ്. സാറിൻ്റെ കൂടെ 10 കൊല്ലം മുമ്പ് ഒരു സൈലൻസ് എന്ന സിനിമയിൽ അന്ന് ഞാൻ പാലക്കാട് സൗത്ത് ചെയ്യായിരുന്നു. അതിനുശേഷം പിന്നെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞൊരു 10 വർഷം റിട്ടയർ ചെയ്തു. 2023 റിട്ടയർ ചെയ്തു. US പേര്. താങ്ക്സ് ലോട്ട്. സുശീൽ ഒരു ദുശീലില്ലാത്ത ഒരാളാണ്. പേരിൽ തന്നെ സുശീലില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നല്ല കളറില്ലേ പടത്തിന്? മമ്മൂട്ടി കമ്പനിയുടെ 3 പടം ഉണ്ടായി. പ്രമേയം നമ്മുടെ പടമല്ല, ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കുഴപ്പമില്ല, ഞങ്ങൾ ഏറ്റെടുത്തു. പറയുന്ന പോലെ ഇനിയത്തെ അടുത്ത തലമുറയായി കാണുന്നത്. പിന്നെ ട്രെയിലറൊക്കെ കട്ട് ചെയ്ത് ഷാമിൽ ബാബാ, നമ്മുടെ മെയിൻ ആക്ടേഴ്സ് കുറച്ച് പേരുണ്ട്. ബാബാ പേര് പറഞ്ഞത് അഖിലയ്യപ്പൻ എന്നാണ് പേര്. മമ്മൂട്ടി കമ്പനിയുടെ പർച്ചേസിങ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മമ്മൂട്ടി സാറിനെ കാണാൻ പറ്റിയതും പിന്നെ വർക്ക് ചെയ്യാൻ പറ്റിയതും വളരെ സന്തോഷമുണ്ട്. കൈ വരച്ചിട്ട് പോയി, വേറെ ഒന്നുമില്ല, ഭയങ്കര സന്തോഷം. ചെറുപ്പം മുതൽ കാണുന്നതാണ് ഇങ്ങനെ സ്റ്റേജിലൊക്കെ കയറിയിരുന്ന്. ഞാൻ പിന്നെ ജോർജ് ആണ് എനിക്ക് ഇത് അവസരം ഒപ്പിച്ചെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. CSK എന്നൊരു കൊച്ചു ടീമിൽ. അപ്പോൾ അതിന് എൻ്റെ പേര് ശങ്കർ. എക്സൈറ്റഡ് ആണ് ഇതിലൊരു ഭാഗമാവാൻ പറ്റിയ ചേശ്വർ സാറിൻ്റെ അടുത്തും ജിതിൻ്റെ അടുത്തും ഒരുപാട് നന്ദി. താങ്ക്സ്. എൻ്റെ പേര് ചന്ദ്രപ്രസാദ്. തൃശ്ശൂരാണ് സ്വദേശം. ഞാൻ സാറിൻ്റെ പ്രാഞ്ചേട്ടൻ സിനിമ ഷൂട്ടിംഗ് കാണാൻ കുറേ ഇടിയിട്ട് കിട്ടിയിട്ട് പോയി കണ്ടിട്ടുണ്ട്. അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അത്ര അടുത്ത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. ഹായ്, എൻ്റെ പേര് ക്രിസ്റ്റി. ഞാൻ ജോർജേട്ടൻ്റെ പുറകെന്ന് പറയണത് ആഷിക്കേട്ടൻ പറഞ്ഞിട്ടാണ് വിളിച്ചത്. ബോസേട്ടാ താങ്ക് യു. ജിഷ്ണു ചേട്ടാ, ജിൻ ചേട്ടാ താങ്ക് യു. എൻ്റെ പേര് ഹരിശങ്കർ. അതിനകത്ത് ചെറിയൊരു വേഷം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. താങ്ക് യു സോ മച്ച് മമ്മൂക്ക. താങ്ക് യു ബോസങ്ങൾ, ജിഷ്ണു ചേട്ടാ, ജിബിൻ ചേട്ടാ, ജിതിൻ ചേട്ടാ, താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ദേവ് ജി ദേവൻ. ജോർജ് ചേട്ടനാണ് ഈ സിനിമയിലേക്ക് എത്തിച്ചത്. നമുക്ക് ഞാൻ TRS അസോസിയേറ്റ് ആയിരുന്നു 2 വർഷം ലാസ്റ്റത്തെ. പിന്നെ ചക്കരമ്മ സായൻ സാറിൻ്റെയും അസോസിയേറ്റ് ആയിരുന്നു. ഡയറക്ഷൻ സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. ജോർജ് ചേട്ടനാണ് ഇവിടെ എത്തിച്ചത്. താങ്ക് യു. ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ജിഷ്ണു ചേട്ടനും ജിതിൻ ചേട്ടനാണ് ചാൻസ് ഇതിലേക്ക് തന്നത്. ഏറ്റവും വലിയ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നന്ദിയില്ലാത്തവരെന്ന് വിളിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. നമസ്കാരം,
എൻ്റെ പേര് വിജയ് ഷുദ്ധവ് എന്നാണ്. ഞാൻ ജോർജ് ചേട്ടൻ തന്നെയാണ് എന്നെയും ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ ഫീമെയിൽ കാസ്റ്റിംഗ് ചെയ്തു എന്ന് സാറ് പറഞ്ഞ ആഷിക്ക് കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ പടത്തിലേക്ക് എത്തിയത്. ഒരാളും കൂടെ കാണാൻ ആർജെ സൂരജ് ഇവിടെ വന്നിട്ടുണ്ട്. ആർജെ സൂരജ് ഖത്തറിലാണ്. ഖത്തറിൽ 3 റേഡിയോ സ്വന്തമായിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെയാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെ വളരെയധികം എക്സൈറ്റ്മെന്റോടെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് സാധ്യത തേടിയതിനേക്കാളും കൂടുതൽ ഇപ്പം എന്നെ ഇങ്ങോട്ട് വിളിക്കുമോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുകയായിരുന്നു. താങ്ക് യു ജിതിൻ ചേട്ടാ, വലിയൊരു സന്തോഷം. കാരണം ഇന്ന് ഈ ഒരു പരിപാടിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സമതൊക്കെ സ്പെഷ്യലി ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് കൂട്ടി വന്നതാണ്. അപ്പോൾ ഭയങ്കരമായ സന്തോഷം ഇന്ന് ഈ ഒരു പരിപാടിയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ. ആൻഡ് ഈ ഒരു മൂവിയുടെ ഓവർസീസ് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വലിയൊരു എക്സൈറ്റ്മെന്റ് ആണ് ഇന്ന് പൊട്ടിയിട്ടുള്ളത്. അത് വേറെ ലെവലിലേക്ക് പോട്ടെ. നമുക്ക് താങ്ക് യു. ചെറിയൊരു റോള് ചെയ്യാൻ പറ്റി. അതിൽ ആദ്യത്തെ സിനിമയിൽ ആദ്യം ഒരു തല കാണിച്ചപ്പോഴും മമ്മൂക്കയായിരുന്നു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഓരോരുത്തരായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സന്തോഷം. താങ്ക് യു. ജോർജിനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കാതൽ സംഘം 2 പേരുണ്ട്, 3 പേരുണ്ട്. ദേവദത്ത് ഷാജിയുണ്ട്, ഡോക്ടർ റോണിയുണ്ട്. ചുമ്മാ വന്ന് കയറി ഇറങ്ങിപ്പോ. രജിഷ രഞ്ജനി 2 പേര് വന്നിട്ടില്ല. അവരിവിടെ പോയി. അവർക്ക് 2 പേർക്കും നമ്മൾ താങ്ക് യു പറയുന്നു. ഹലോ, താൻ ഭയങ്കര അഭിനയമാണ്. ഒന്നുമില്ല, ഇവിടെ വരാൻ പറ്റിയത് വളരെ സന്തോഷം. വിളിക്കുമെന്ന് വിളിച്ചാലും ഇല്ലേലും ഒക്കെ അഭിനയിക്കുവാണ് ഇനി. അല്ല, ഒന്നുമല്ല, നമ്മുടെ ഒരു ഫാമിലിയാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന സിനിമകളൊക്കെ പറഞ്ഞാൽ ഇതിവിടെ ഉണ്ടാവേണ്ടത് പ്രേക്ഷകരുടെയും കൂടെ നമ്മുടെ കൂടെ ഉത്തരവാദിത്തമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അത്ര ഉള്ളൂ പറയാം. എല്ലാ ആശംസകളും എല്ലാവർക്കും. താങ്ക് യു മമ്മൂക്ക. പറഞ്ഞ ജിയ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫാമിലി എന്നുള്ളൊരു സിനിമയാണ് കളങ്കാവല്. എനിക്കും കാതൽ കൂടാതെ ടാർബോ എന്ന് പറയുന്ന സിനിമയിലും ഭാഗവാൻ സാധിച്ചു മമ്മൂട്ടി കമ്പനിയുടെ ഒപ്പം 2 സിനിമകൾ. എന്തായാലും നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എൻ്റെയും ഒരു എന്താ പറയുക ഒരു ഡ്രീം മൊമെൻ്റ് തന്നെയാണ് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ മമ്മൂട്ടി കമ്പനിയിലെ എല്ലാ മെമ്പേഴ്സിനും ജോർജ് ചേട്ടനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കളങ്കാവലൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. പറയൂല. താങ്ക് യു മമ്മൂക്ക. ഞാനിൽ അഭിനയിച്ചിട്ടുണ്ട്, ഉണ്ടോന്ന് എനിക്കറിയില്ല. ചെറിയ പോർഷൻ അതിന് ഭാഗമായിട്ടുണ്ട്. താങ്ക് യു. ഒരു റോളും കൂടെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു മമ്മൂക്ക. നമ്മുടെ കമ്പനിയിലെ പടമാണ്. താങ്ക് യു. എനിക്ക് ഇതിൽ എന്നോട് ആദ്യം പറഞ്ഞൊരു നാടകക്കാരനെ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു ആദ്യത്തിൽ. അപ്പം ഞാൻ ഒരാൾ കൊടുത്തു, അവരെന്നെ അഭിനയിച്ചു തോന്നുന്നു. പിന്നെ ഞാനിങ്ങനെ ആഗ്രഹിച്ചു എന്തെങ്കിലും ഒരു പാസിംഗ് ഷോട്ട് അവസാനം കിട്ടി. താങ്ക് യു. വേദിയിലേക്ക് ക്ഷണിച്ചതിനും കളങ്കാവിലെ ഏറ്റവും വലിയൊരു വിജയമാവട്ടെ. പ്രത്യേകിച്ച് വേദിയിൽ മമ്മൂക്കയും സദസ്സിൽ അമൽനീരത് സാറൊക്കെ ഉള്ള ഇങ്ങനൊരു ഫംഗ്ഷന് നിൽക്കാൻ പറ്റിയതിന് വലിയ സന്തോഷം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ജിതി. നമസ്കാരം. വേറൊന്നുമല്ല, മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും എക്സ്പെൻസീവായ സിനിമ കണ്ണൂർ സ്കോഡായിരുന്നു. ഇപ്പോൾ കണ്ണൂർ സ്കോഡ് ഇറങ്ങുന്നതിന് കുറച്ച് മാസം മുമ്പ് ഞാനും അസീസും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ലൊരു വിരുന്ന് മമ്മൂക്ക തരികയാണ്. അല്ല, ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ്, ദുബായിൽ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്കും അസീസിനും മമ്മൂക്ക ബിരിയാണി വിളമ്പി തരുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ പല ആൾക്കാരും പല തോതിലുള്ള, ഞാൻ കാണാത്ത പല തോതിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ഫിഗ്, പല സാധനങ്ങൾ ഞാൻ അസീസൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ മമ്മൂക്ക മാത്രം കുറച്ച് കഴിക്കുന്നുള്ളൂ. മമ്മൂക്ക എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ എവിടെ ഉണ്ടാവും? നമുക്ക് എറണാകുളത്ത് ഉണ്ടാവും, മറ്റന്നാൾ പടം റിലീസാകുമ്പോൾ ഈ നാളെ വീട്ടിൽ എൻ്റെ ഒപ്പം ഉണ്ടാവണം. ഞാൻ ആലോചിച്ചു, മറ്റന്നാൾ പടം റിലീസായിട്ട് ഒരു മഹാഭാഗ്യമല്ലേ മമ്മൂക്കോടൊപ്പം നൈറ്റ് സ്പെൻഡ് ചെയ്യാലോ എന്നൊക്കെ വിളിച്ചു. മറ്റന്നാൾ പടം റിലീസായി കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വന്ന വർഷം തന്നെ പുറത്തു വിടുള്ളൂ. എന്തോ മമ്മൂക്ക, അല്ല നിന്നെ അവിടെ വെട്ടി കടിച്ചിട്ടുണ്ടായിട്ട് സ്വിമ്മിംഗ് പൂൾ വഴി ഞാൻ നിന്നെ കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കത് കായലല്ലേ, അത് കായലിൽ നിന്നെ ആവശ്യമില്ലല്ലോ. അത്രയും എക്സ്പെൻസീവുള്ള സിനിമയാണ് ഞാൻ ഇവിടെ ചെയ്യിച്ചിരിക്കുന്നത്.
സെപ്റ്റംബർ 28 അങ്ങനെ എനിക്ക് 2ാമത്തെ ആയുസ് നൽകി. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ ബാക്കി എല്ലാ സ്റ്റാഫിനും എന്ന് വെച്ചാൽ ഇതുവരെ ചെയ്തിട്ട് എല്ലാ ഗംഭീര സിനിമകൾക്കും നമ്മൾ നേരത്തെ മയക്കം റോഷാക്ക്, കണ്ണൂർ സ്ക്വാഡ്, ബാക്കിയുള്ള സിനിമകൾക്കെല്ലാം ഇത് കൊടുമൺ പോറ്റിയും അല്ലെന്നുണ്ടെങ്കിൽ ഭാസ്കർ പട്ടേലൊന്നും അല്ല, അതിൻ്റെ മുകളിലുള്ളൊരു സാധനം, അതല്ല ചുമ്മാ ടീസർ, ഇതാണ് ട്രെയിലർ. അപ്പോൾ ഇത് പരിപാടി ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചാണ് ജിതിൻ, ജിഷ്ണു, സുഹൃത്തായി ഫൈസൽ, മുജീബ്, പ്രവീൺ, അതുപോലെ തന്നെ നല്ലൊരു ടെക്നിക്കൽ ടീം കൂടി മമ്മൂട്ടി കമ്പനി എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു സസ്പെൻസ് ഉണ്ടായിരുന്നു, നമുക്ക് പൊട്ടിച്ചു. അപ്പോൾ ഈ പടം ഒരു ഗംഭീര വിജയം. പലർക്കും പണത്തിനോട് ആർത്തി ഉണ്ടാവും, അതുപോലെ തന്നെ ഭക്ഷണത്തിനോട് ആർത്തി ഉണ്ടാവും, പക്ഷെ അഭിനയത്തിനോട് ആർത്തിയുള്ള ഈ വ്യക്തി ഇനി മുമ്പോട്ട് തന്നെ പോകും. ഓക്കെ. ഇനി 1-2 പേരും കൂടെ ഉണ്ട് ഈ പടത്തിന്. വളരെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ, ലൈൻ പ്രൊഡ്യൂസർ സുനിൽ ഗവാസ്കർ, ഓവർസീസ് പ്രൊഡ്യൂസർ അല്ല ഇവിടെ ഉണ്ടായിരുന്നു, ഓവർസീസ് പടം ഓരോന്നും വന്ന് വലിയ വിളിക്കണം. ആരെങ്കിലും വിളിക്കാണ്ട് കൈവൊക്കെ വിളിക്കാം, ഞാൻ കാണുന്നവരൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്. നീ 2 വാക്ക് പറയുന്നു. കൃഷ്ണ ഇവിടെ, കൃഷ്ണൻ നേരത്തെ വന്ന് പോയതാണ്. അപ്പോൾ ഒന്നിട്ട് പോലും കുഴപ്പമൊന്നുമില്ല. സ്പെഷ്യലായിട്ട് കൃഷ്ണൻ അമ്മയായിട്ട് വന്നതാണ്. അതെ അതെ. ഫോട്ടോ എടുത്തേ. ആരും കയറാൻ അണ്ണ റഫി ഉണ്ടോ? നമ്മുടെ ലിറിക്സ് വീഡിയോ ഒക്കെ ചെയ്തത്